നമ്മളുടെ സബ്സ്റ്റൻസ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു മോഷൻ. അതായത് in order to speak about projectile motionനെ പറ്റിയിട്ട് വിശദമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടേ. If we want to speak about the projectile motion in detail, projectile is a substance which is thrown with an initial velocity under the influence of gravity. ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ ഒരു ഇനീഷ്യൽ വെലോസിറ്റി കൊടുത്ത് എറിയുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രൊജക്ടൈൽ എന്ന് വിളിക്കുക. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഒരു കോർഡിനേറ്റ് സിസ്റ്റം എടുത്തു. കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് XY ആക്സിസ് ഉള്ള ഒരു സിസ്റ്റം. അപ്പം ഇഫ് യു ആർ ടേക്കിംഗ് എ കോർഡിനേറ്റ് സിസ്റ്റം, ദിസ് ഇസ് അവർ XY ആക്സിസ് ഉള്ള സിസ്റ്റം ആൻഡ് വി ആർ throwing a substance with an initial velocity u. ഒരു u initial velocityയിൽ ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ അങ്ങോട്ട് എറിഞ്ഞു. തീറ്റ ആംഗിളിൽ എറിഞ്ഞു. ഈ സബ്സ്റ്റൻസിന് എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സബ്സ്റ്റൻസ് അത് നേരെ പൊന്തി പോവോ? നിങ്ങൾ പറയും, അത് നേരെ എങ്ങനെ പൊന്തി അങ്ങോട്ട് പോവോ? ഇല്ല അല്ലേ? അത് ദാ ഈ രീതിയിലൊക്കെ സഞ്ചരിച്ചിട്ട് ഇറ്റ് വിൽ fall down at this point. ഒരു കല്ലിനെ നമ്മൾ ഒരു വെലോസിറ്റിയിൽ ഇങ്ങനെ എടുത്തെറിയാണെങ്കിൽ ആ കല്ല് ഇങ്ങനെയല്ലേ പോയി വീഴുക? ശ്രദ്ധിച്ചിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു സാധനത്തിനെയാണ് നമ്മൾ പ്രൊജക്ടൈൽ എന്ന് പറയാം. പ്രൊജക്ടൈൽ. ആ പ്രൊജക്ടൈലിനെയും പ്രൊജക്ടൈൽ മോഷനെ പറ്റിയിട്ടും ആണ് നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുള്ളത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ പറയാണ് ഇത് ഇനീഷ്യൽ വെലോസിറ്റി യു അല്ലേ? ആ ഇനീഷ്യൽ വെലോസിറ്റി യുവിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാന്നാല് രണ്ട് കമ്പോണന്റ് ആക്കി റിസോൾവ് ചെയ്യാൻ പോവാ. അതായത് രണ്ട് കഷ്ണാക്കി മാറ്റാണ്. ഈ ഇനീഷ്യൽ വെലോസിറ്റി യുവിനെ അതിന്റെ കറസ്പോണ്ടിങ് വെർട്ടിക്കലും ഹൊറിസോണ്ടലും കമ്പോണന്റ് ആക്കി മാറ്റി. അങ്ങനെയാണെങ്കിൽ ഈ താഴെയുള്ള കഷ്ണത്തിനെ നമ്മൾ UX ആണോ UY എന്നാണോ വിളിക്കേണ്ടത്? ഇനീഷ്യൽ വെലോസിറ്റിയുടെ ഈ കഷ്ണത്തിനെ UX എന്നാണോ UY എന്നാണോ വിളിക്കേണ്ടത്? പറയും. ഇനീഷ്യൽ വെലോസിറ്റിയുടെ ഈ ഒരു കഷ്ണത്തിനെ നമ്മൾ UX എന്ന് വിളിക്കും. UX എന്ന് പറയുന്നത് ഞാൻ പറയും U cos തീറ്റയാണെന്ന്. കാരണം ഇനീഷ്യൽ വെലോസിറ്റിയുടെ ആംഗിളിന്റെ അടുത്തുള്ള കമ്പോണന്റ് കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? കോസ് തീറ്റ എന്ന് പറയുന്നത് എന്ത് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ പിന്നെ അഡ്ജസന്റ് സൈഡിന്റെ ഉള്ള ആളെ നമുക്ക് U cos തീറ്റ എന്ന് വിളിക്കാം. അതേപോലെ ഈ ആളെ മേലുള്ള ആളിലെ വെർട്ടിക്കൽ കമ്പോണന്റിനെ നമുക്ക് UY എന്ന് എഴുതാം. UY എന്ന് പറയുന്നതിനെ നമ്മൾ U sin തീറ്റ എന്ന് എഴുതും. കാരണം എന്താ പറഞ്ഞാല് സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കമ്പോണന്റിനെ സൈൻ തീറ്റ കമ്പോണന്റ്, അപ്പൊ U sin തീറ്റ കമ്പോണന്റും U cos തീറ്റ കമ്പോണന്റും. ഇത് മനസ്സിലായില്ലേ? മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രൊജക്ടൈല് ലോഞ്ച് ചെയ്തു. ഇത് 1 ഡയമെൻഷണൽ മോഷൻ ആണോ 2 ഡയമെൻഷണൽ മോഷൻ ആണോ എക്സിക്യൂട്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എക്സിക്യൂട്ടിങ് എ 2 ഡയമെൻഷണൽ മോഷൻ അല്ലെ? 2 ആക്സിസിനോട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഷൻ അല്ലേ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്? ആണോ? ഇതൊരു 2 ഡയമെൻഷണൽ മോഷനുമാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇഫ് ദ പ്രൊജക്ടൈൽ ഇസ് എക്സിക്യൂട്ടിങ് എ 2 ഡയമെൻഷണൽ മോഷൻ, ഈ പ്രൊജക്ടൈല് എങ്ങനെ നീങ്ങും, ഈ പ്രൊജക്ടൈലിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ അത് പറയുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രൊജക്ടൈല് ഒരു T ടൈം കഴിഞ്ഞു, ഒരു നിശ്ചിത സമയം കഴിഞ്ഞപ്പം ആ പ്രൊജക്ടൈൽ ഇതാ ഇവിടെ എത്തിയിരിച്ചു. ഇവിടെ എത്തി. ഈ പോയിന്റിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റിന് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു X കോർഡിനേറ്റും Y കോർഡിനേറ്റും ഉണ്ടാവും അല്ലെ? ഒരു T ടൈം കഴിഞ്ഞപ്പം ആ പ്രൊജക്ടൈൽ ഇതാ ഇവിടെ വരെ എത്തി. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു X കോർഡിനേറ്റും Y കോർഡിനേറ്റും ഒക്കെ ഉണ്ട്. നമ്മൾ ആദ്യം അത് കണ്ടുപിടിക്കാൻ നോക്കാം. അത് കണ്ടുപിടിക്കാൻ നോക്കുമ്പം പ്രൊജക്ടൈൽ മോഷൻ ഞാൻ എന്താ പറഞ്ഞത്? 1 ഡയമെൻഷണൽ മോഷൻ എന്നാണോ 2 ഡയമെൻഷണൽ മോഷൻ എന്നാണോ ഞാൻ പറഞ്ഞത്? പ്രൊജക്ടൈൽ മോഷൻ ഇസ് ഇറ്റ് എ 1 ഡയമെൻഷണൽ 2 ഡയമെൻഷണൽ മോഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ പ്രൊജക്ടൈൽ മോഷനിൽ X ആക്സിസിലും Y ആക്സിസിലും ആൾക്കാർ മൂവ് ചെയ്യുന്നുണ്ടോ? X ആക്സിസിലും Y ആക്സിസിലും ആൾക്കാർ മൂവ് ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ
ഇൻ എക്സ് ഡയറക്ഷൻ എന്നുള്ള ഒരു കോളവും എഴുതും. അതേപോലെ ഇൻ വൈ ഡയറക്ഷൻ എന്നുള്ള ഒരു കോളവും, രണ്ട് കോളാക്കും. ഇൻ എക്സ് ഡയറക്ഷൻ, ഇൻ വൈ ഡയറക്ഷൻ. എക്സ് ഡയറക്ഷനിലുള്ള ആൾക്കാരെയും വൈ ഡയറക്ഷനിലുള്ള ആൾക്കാരെയും നമ്മൾ വേറെ വേറെ ആയിട്ട് കണ്ടുപിടിക്കണം. ഇനി അതില് ഞാൻ പറയും ഇനീഷ്യൽ വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ എത്രയാണ്. നമുക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ, ഇനീഷ്യൽ വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷനെ നമ്മൾ എന്ത് എഴുതിയിട്ടുണ്ട്, യു കോസ് തീറ്റ എന്ന് നമ്മൾ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ ഇറ്റ് ഇസ് യു കോസ് തീറ്റ അല്ലെ, കാണാം അല്ലെ, കണ്ടൂടെ ഉണ്ട്. ഇനി അതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നാല് നമ്മള് ഇനീഷ്യൽ വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അടുത്തതായിട്ട് ഇനീഷ്യൽ വെലോസിറ്റി ഇൻ വൈ ഡയറക്ഷൻ എത്രയാന്നുള്ളത് എഴുതും. ഇനീഷ്യൽ വെലോസിറ്റി ഇൻ വൈ ഡയറക്ഷൻ ആ ഡയഗ്രത്തിൽ തന്നെ കാണിച്ചിട്ടില്ലേ, അത് യു സൈൻ തീറ്റ ആണോ യു കോസ് തീറ്റ ആണോ? യു സൈൻ തീറ്റ ശരിയാണല്ലോ, ആണ്. ഇനി നമ്മളോട് ചോദിക്കുകയാണ് ഈ ആക്സിലറേഷൻ ഇൻ എക്സ് ഡയറക്ഷൻ എത്രയാണ്. ആക്സിലറേഷൻ ഇൻ എക്സ് ഡയറക്ഷൻ എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു പ്രൊജക്ടൈൽ ഇങ്ങനെ നീങ്ങുന്നതനുസരിച്ച് പ്രൊജക്ടൈലിനെ എക്സ് ഡയറക്ഷനിൽ വേറെ ആരെങ്കിലും പിടിച്ചു വലിക്കുന്നുണ്ടോ? അതായത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ അല്ലെ എക്സ് ഡയറക്ഷനിൽ ആരെങ്കിലും പിടിച്ചു വലിക്കുന്നുണ്ടോ വെച്ചിട്ടുണ്ട്? ആരും പിടിച്ചു വലിക്കില്ല. എന്താ, പ്രൊജക്ടൈലിന്റെ മേലെ ആരെങ്കിലും ഫോഴ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വൈ ഡയറക്ഷനിലാണ് അല്ലെ വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ്. ഏത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അല്ലാണ്ട് എക്സ് ഡയറക്ഷനിൽ വേറെ പുതിയതായിട്ടുള്ള ഫോഴ്സുകളൊന്നും ഇല്ലല്ലോ, ഇല്ല. അതുകൊണ്ട് എക്സ് ഡയറക്ഷനിൽ പുതിയതായിട്ടുള്ള ഫോഴ്സുകളൊന്നും ഇല്ല. ദർ ഇസ് നോ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ പ്രൊജക്ടൈൽ ഇൻ എക്സ് ഡയറക്ഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ആക്സിലറേഷൻ ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത് 0 ആണ്. വാട്ട്സ് ദ ആക്സിലറേഷൻ ഇൻ എക്സ് ഡയറക്ഷൻ? ആക്സിലറേഷൻ ഇൻ എക്സ് ഡയറക്ഷൻ എത്രയാണ്? 0. ആക്സിലറേഷൻ ഇൻ എക്സ് ഡയറക്ഷൻ 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് പൊസിഷൻ കണ്ടുപിടിക്കണം. എക്സ് പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ കയ്യിൽ നമ്മളുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉണ്ട് അല്ലെ. ഇക്വേഷൻസ് ഓഫ് മോഷനിൽ നിങ്ങൾക്ക് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? ഉണ്ടോ? ആ ഇക്വേഷനെ നമ്മള് എക്സ് ഡയറക്ഷന്റെ കേസിൽ പറയാണ് വിചാരിച്ചോ. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷനെ എക്സ് ഡയറക്ഷന്റെ ടേംസിൽ പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എക്സ് ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ ഇൻറ്റു ടി പ്ലസ് ഹാഫ് ആക്സിലറേഷൻ ഇൻ എക്സ് ഡയറക്ഷൻ ഇൻറ്റു ടി സ്ക്വയർ. നമ്മള് ഒരു പ്രോബ്ലം ചെയ്ത സമയത്ത് ആ പ്രോബ്ലത്തിൽ നമ്മൾ എക്സ് ഡയറക്ഷനിലുള്ള കാര്യങ്ങളാണ് എടുക്കുന്നത് വെച്ചാൽ ഇനീഷ്യൽ വെലോസിറ്റിയും എക്സ് ഡയറക്ഷനിൽ എടുക്കണം, ആക്സിലേഷനും എക്സ് ഡയറക്ഷനിൽ എടുക്കണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഇക്വേഷനെ നമ്മള് എന്താണ് എക്സ് ഡയറക്ഷന്റെ ടേംസിലാക്കി എഴുതാണ് യു എക്സ് ടി പ്ലസ് ഹാഫ് എ എക്സ് ടി സ്ക്വയർ എന്ന് എഴുതാം. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് വേണ്ടത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു യു എക്സിന് പകരം എന്ത് കൊടുക്കാം? യു എക്സിന് പകരം ഇവിടെ കാണാം യു കോസ് തീറ്റ. അപ്പം യു കോസ് തീറ്റ ടി പ്ലസ് ഹാഫ് എ എക്സ് ടി സ്ക്വയർ. എ എക്സ് എത്രയാ? എ എക്സ് എത്രയാ? 0 അല്ലേ? ആണോ? എ എക്സ് 0 ആണ്. ഹാഫ് എ എക്സ് ടി സ്ക്വയർ ഇത് കംപ്ലീറ്റ് ആയിട്ട് 0 ആയി പോകും. ചുരുക്കി പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു യു കോസ് തീറ്റ ഇൻറ്റു ടി. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് കിട്ടാൻ പറ്റുന്ന ഇക്വേഷൻ. ഇതാണ് നമുക്ക് എന്തിന് കിട്ടാൻ പറ്റുന്ന ഇക്വേഷൻ? പറയും. ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. എന്ത്? എക്സ് ഇസ് ഈക്വൽ ടു യു കോസ് തീറ്റ ടി. കുഴപ്പമുണ്ടോ? ഇതേ രീതിയിൽ നമ്മള് ഇനി വൈ ഡയറക്ഷനിലുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാം. വൈ ഡയറക്ഷനിലുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആക്സിലറേഷൻ ഇൻ വൈ ഡയറക്ഷൻ എത്രയാണെന്ന് ചോദിച്ചു. ആക്സിലറേഷൻ ഇൻ വൈ ഡയറക്ഷൻ എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയണം വൈ ഡയറക്ഷനിൽ ഫോഴ്സ് ഉണ്ടോ? ഉണ്ട്. വൈ ഡയറക്ഷനിൽ താഴോട്ടേക്ക് ഒരു ഫോഴ്സ് ഉണ്ട് അല്ലെ? വൈ ഡയറക്ഷനിൽ താഴോട്ടേക്ക് ഒരു ഫോഴ്സ് ഇല്ലേ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ ഇൻ വൈ ഡയറക്ഷൻ എന്ന് പറയുന്നത് we can say it is minus g. g എന്ന് പറയുന്ന ആളെ ഓർമ്മ ഉണ്ടോ? g എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എന്താണ്? g ആരാണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് g എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക പറഞ്ഞാല് എന്തിനാ ഈ മൈനസ് ജി എടുക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇത്
പ്രൊജക്ടൈൽ നീങ്ങുന്ന സമയത്ത് ഫോഴ്സ് താഴോട്ടേക്കാണ് ആക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ആക്സിലറേഷനും താഴോട്ടേക്കാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഉണ്ടാവുന്നത് പ്രൊജക്ടൈലിന്റെ ഡ്യൂറിങ് ദ എസെന്റ് ഓഫ് ദ പ്രൊജക്ടൈൽ അത് വെലോസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, കുറയുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ആക്സിലറേഷൻ താഴോട്ടേക്കുമാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് AY എന്ന് പറയുന്നതിന് നമ്മൾ -G എന്ന് എടുക്കുന്നത്. എന്തായാലും ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാന്നാല് നമ്മളുടെ ഈ S = ut + ½ at² എന്ന് പറയുന്ന ഇക്വേഷനെ y ഡയറക്ഷനിൽ യൂസ് ചെയ്യാണ് വിചാരിച്ചോ. S = ut + ½ at² എന്ന് പറയുന്ന ഇക്വേഷനെ y ഡയറക്ഷനിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും, എങ്ങനെ എഴുതാം, x = uxt + ½ axt² എന്ന് എഴുതിയ അതേ രീതിയിൽ y = uyt + ½ ayt² എന്ന് എഴുതാം. y = uyt + ½ ayt² എന്ന് എഴുതാം ഇൻ y ഡയറക്ഷൻ ആണെങ്കിൽ. എന്നിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും y = uy ക്ക് പകരം u sin θ അല്ലെ, മേലെ കാണിച്ചിട്ടുണ്ട് uy ക്ക് പകരം u sin θ. അപ്പം u sin θ t, ay ക്ക് പകരം g എന്നല്ല -g എന്നാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെ, ay ക്ക് പകരം -g എന്നാണ് കൊടുക്കുന്നുള്ളതുകൊണ്ട് -½ gt². അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. എന്തിന്, നമ്മളുടെ ഡിസ്പ്ലേസ്മെന്റ് ഇൻ y ഡയറക്ഷൻ വി ആർ ഗെറ്റിംഗ് ആൻ ഇക്വേഷൻ ലൈക്ക് ദിസ്. കാണുന്നില്ലേ? അപ്പം ഡിസ്പ്ലേസ്മെന്റ് ഇൻ x ഡയറക്ഷനും ഒരു ഇക്വേഷൻ ആയി, ഡിസ്പ്ലേസ്മെന്റ് ഇൻ y ഡയറക്ഷനും ഒരു ഇക്വേഷൻ ആയി. ഇനി നമ്മൾ അടുത്ത കാര്യം കണ്ടുപിടിക്കണം. നമ്മളോട് ചോദിക്കുന്ന അടുത്ത കാര്യം എന്താ പറഞ്ഞാല്, നമ്മളോട് പറയാണ് ഈ പ്രൊജക്ടൈൽ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത് ഈ പോയിന്റ് നമ്മൾ ഒരു വരയ്ക്കുന്ന ടാൻജന്റ് മാതിരിയായിരിക്കും. ഈ പോയിന്റ് ആ പ്രൊജക്ടൈലിന്റെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ ടാൻജന്റ് ഡ്രോൺ ടു ദാറ്റ് പാരബോള. അപ്പൊ ഇങ്ങനെ ഉണ്ടാവും അതിന്റെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഇങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിനെ ഞാൻ v എന്നുള്ള ലെറ്റർ ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യട്ടെ. ആ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിനെ നമുക്ക് രണ്ട് കമ്പോണന്റ് ആക്കി മാറ്റാം. ഇങ്ങനെ ഒരു കമ്പോണന്റും ഇങ്ങനെ ഒരു കമ്പോണന്റും. ഇത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ എക്സ് കമ്പോണന്റ് ആണ്, ഞാൻ അതിനെ vx എന്ന് എഴുതും. ഇത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ y കമ്പോണന്റ് ആണ്, അതിനെ ഞാൻ vy എന്നും എഴുതി. vxും vyയും ആണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ എക്സ് കമ്പോണന്റും y കമ്പോണന്റും. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത് ആ t എന്ന് പറയുന്ന പെർട്ടിക്കുലർ പോയിന്റിലുള്ള അതിന്റെ വെലോസിറ്റി. അപ്പൊ ഇനി നമുക്ക് vxും vyക്കും ഒരു ഇക്വേഷൻ ഉണ്ടാക്കണം. vxും vyക്കും ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ഇക്വേഷൻ ഓഫ് മോഷൻ, അതായത് v = u + at എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? v = u + at എന്നുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ആ ഇക്വേഷനെ നമ്മൾ ബുദ്ധിപരമായിട്ട് ഇവിടെ യൂസ് ചെയ്യുക. എങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാണ് v = u + at നെ x ഡയറക്ഷനിലാണ് യൂസ് ചെയ്യുന്നത് വിചാരിച്ചു. v = u + at നെ x ഡയറക്ഷനിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എഴുതാം vx = ux + axt. എഴുതിക്കൂടെ? ഇക്വേഷൻ ഓഫ് മോഷനിൽ v = u + at നെ vx = ux + axt എന്ന് എഴുതാം x ഡയറക്ഷനിലാണെങ്കിൽ. കുഴപ്പമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മള് vx = ux എത്രയാ നോക്കുക. ux എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി ഇൻ x ഡയറക്ഷൻ u cos θ എന്ന് അവർ എഴുതിയിട്ടുണ്ട് അല്ലെ, നമുക്ക് അതിന്റെ മുന്നേ തന്നില്ലേ. അതുകൊണ്ട് ux ന് പകരം u cos θ എന്നങ്ങോട്ട് കൊടുത്തു. ax ഇവിടെ എത്രയാ? ax 0 ആണ്. ax 0 ആണെങ്കിൽ പിന്നെ പ്ലസ് axt എന്ന് പറയുന്നതിനെ എഴുതേണ്ട ആവശ്യമില്ല. പ്ലസ് axt എന്ന് പറയുന്നതിനെ എഴുതേണ്ട ആവശ്യമില്ല, കാരണം അത് 0 ആണ്. അപ്പൊ അതുകൊണ്ട് vx = u cos θ എന്ന് കിട്ടി. vx = u cos θ എന്ന് നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി. അപ്പം ഇങ്ങനെ നമുക്ക് വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ ഒരു ഇക്വേഷൻ ആയി. വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ vx = u cos θ. വി ആർ ഗെറ്റിംഗ് ആൻ ഇക്വേഷൻ ലൈക്ക് ദിസ്. ആയിക്കോട്ടെ. അതേ രീതിയിൽ നമ്മൾ വെലോസിറ്റി ഇൻ y ഡയറക്ഷൻ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി ഇൻ y ഡയറക്ഷൻ നമുക്ക് എന്ത് ചെയ്താം? ux + axt ആണോ uy + ayt എന്നാണോ ഇതുണ്ട്? uy + ayt. ഇനീഷ്യൽ വെലോസിറ്റി ഇൻ y ഡയറക്ഷൻ പ്ലസ് ആക്സിലറേഷൻ ആക്സിലറേഷൻ ഇൻ y ഡയറക്ഷൻ ഇൻറ്റു t അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ vy = uy + ayt. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യായിരിച്ചോ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പറയും uy ക്ക് പകരം എന്താ കൊടുക്കേണ്ടത്? u sin θ എന്നാണോ u cos θ എന്നാണോ?
യു ഐക്ക് പകരം യു സൈൻ തീറ്റ എന്നാണോ യു കോസ് തീറ്റ എന്നാണോ കൊടുക്കേണ്ടത്? യു ഐക്ക് പകരം എന്താണ് കൊടുക്കേണ്ടത്? സൈൻ തീറ്റ. യു സൈൻ തീറ്റ. പിന്നെ എ വൈക്ക് പകരം നമ്മൾ കൊടുക്കേണ്ടത് മൈനസ് ജി എന്നാണ്. എ വൈക്ക് പകരം നമ്മൾ കൊടുക്കേണ്ടത് മൈനസ് ജി എന്നാണ്. അപ്പൊ യു സൈൻ തീറ്റ മൈനസ് ജി ടി. ക്ലിയർ അല്ലേ? എ വൈക്ക് പകരം മൈനസ് ജി ആണെങ്കിൽ യു സൈൻ തീറ്റ മൈനസ് ജി ടി എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടി. അപ്പം ദിസ് ഇസ് അവർ സെക്കൻഡ് ഇക്വേഷൻ. നമുക്ക് നമ്മളുടെ അടുത്ത ഇക്വേഷനും കിട്ടി. അപ്പൊ ഇതുവഴി നമുക്ക് വി എക്സിനും വി വൈക്കും ഉള്ള ഒരു ഇക്വേഷൻ കിട്ടി. കിട്ടിയില്ലേ? ഇനി നമ്മള് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിക്ക് ഒരു ഇക്വേഷൻ ചോദിച്ചു വെച്ചോ. അല്ല, വി എക്സിന് ഇക്വേഷനായി, വി വൈക്ക് ഇക്വേഷനായി. അങ്ങനെയാണെങ്കിൽ വിക്കുള്ള ഇക്വേഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ നമ്മൾ പഠിച്ചെന്താ? R is equal to root of p square plus q square plus 2pq cos theta എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ട് വെക്ടർ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ is equal to 90 ഡിഗ്രി ആണെങ്കിലോ? തീറ്റ 90 ഡിഗ്രി ആണ്. R is equal to root of p square plus q square എന്ന് എഴുതാമെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഉണ്ട്. അപ്പം വി എന്ന് പറയുന്ന വെക്ടർ കിട്ടുന്നത് വി എക്സും വി വൈയും കൂടി ആഡ് ചെയ്തിട്ടല്ലേ? വി എക്സും വി വൈ കൂടി ആഡ് ചെയ്തിട്ടാണ്. അപ്പൊ വി എക്സും വി വൈയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാ? വി എക്സും വി വൈയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഇവിടെ എത്രയാണ്? 90 ഡിഗ്രി ആണ്. എത്രയാണ്? 90 ഡിഗ്രി അല്ലേ? 90 ഡിഗ്രി ആണ് എന്താ നമ്മൾ ഫോർമുല. അപ്പം ആ ഫോർമുലേനെ നമ്മൾ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷനിൽ തീറ്റ 90 ഡിഗ്രി ആവുന്ന ഫോർമുലേനെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യാണ് വെച്ചോ. യൂസ് ചെയ്യണം. ആ ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് എഴുതാൻ പറ്റും വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാമെന്ന് മനസ്സിലാവും. വി ആർ ലുക്കിംഗ് അറ്റ് ദാറ്റ് ഡയഗ്രാം. ആ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവും. വി കണ്ടുപിടിക്കണമെങ്കിൽ റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ. അതെങ്ങനെയാ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാം പാരലോഗ്രാം ലോ വെക്ടർ അഡീഷനിൽ തീറ്റ 90 ഡിഗ്രി ആവുന്ന സമയത്ത് റൂട്ട് ഓഫ് ടി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ആണ്. ആ കാര്യമാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തത്. പിക്കും ക്യൂക്കും വരും ഇവിടെ വി എക്സും വി വൈയും ആണ്. കുഴപ്പമുണ്ടോ? ഇല്ല. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വി എക്സിന് പകരം എന്ത് കൊടുക്കണം എന്ന് പകരം നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ? വി എക്സിന് പകരം നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? യു കോസ് തീറ്റ. അപ്പൊ വി എക്സ് സ്ക്വയറിന് പകരം യു കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയറിന് പകരം യു സൈൻ തീറ്റ മൈനസ് ജി ടി ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെ എഴുതാൻ പറ്റും. എന്നിട്ട് ഈ കാര്യത്തിനെ അടുത്ത സ്റ്റെപ്പിൽ എഴുതുമ്പം നമുക്ക് യു കോസ് തീറ്റ ദ ഹോൾ സ്ക്വയറിനെ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. യു സൈൻ തീറ്റ മൈനസ് ജി ടി ദ ഹോൾ സ്ക്വയറിനെ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിൽ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. ആ രീതിയിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ യു സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ, അതായത് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 2u സൈൻ തീറ്റ ജി ടി, അതായത് 2ab ആയി. ഇനി പ്ലസ് ബി സ്ക്വയർ എന്നുള്ളതാണെങ്കിൽ പ്ലസ് ജി സ്ക്വയർ ടി സ്ക്വയർ. നമ്മളിതാ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മോഡലിൽ എക്സ്പാൻഡ് ചെയ്യുന്ന രീതിയാണ്. ഇതാ ഇവിടെ ഇതിനെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തു. മനസ്സിലായോ? Did you understand this? Yes, sir. Yes. ഇനി നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടാൽ അറിയാം ഈ രണ്ട് ടേമിൽ നിന്ന് നമുക്ക് ആരെ പുറത്തെടുക്കാം? യു സ്ക്വയറിനെ പുറത്തെടുക്കാം അല്ലെ? ഞാൻ ഇപ്പം രണ്ടാമത് അണ്ടർലൈൻ ചെയ്ത ആ ടേമിൽ നിന്ന് യു സ്ക്വയറിനെ പുറത്തെടുക്കാം. യു സ്ക്വയറിനെ പുറത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് യു സ്ക്വയർ പുറത്തെടുത്തു. എന്നിട്ട് cos square theta plus sin square theta minus 2u sin theta gt plus g square t square എന്നുള്ളത് കിട്ടി. ഇനി അതിൽ ഞാൻ ചോദിക്കുകയാണ്, അതിൽ നമ്മളുടെ ഇയാൾ ആര്? ഇത്
ഈ അണ്ടർലൈൻ ചെയ്ത സാധനത്തിന് നിങ്ങൾക്ക് എവിടെയെങ്കിലും പരിചയമുണ്ടോ? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ പരിചയമുണ്ടോ? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ നമ്മളൊരു യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് സമയത്ത് ഒരു നോട്ട്സ് തമ്മിൽ സമയത്ത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ടോ? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. എന്താണ്? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു എന്താണ്? 1 ആണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് എന്ത് എഴുതാം? നമുക്ക് ഇവിടെ v is equal to root of എന്ത് എഴുതാം? പറയ്. v is equal to root of ആ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആയതുകൊണ്ട് u സ്ക്വയർ മൈനസ് 2u gt സൈൻ തീറ്റ അവസാനത്തേക്ക് എഴുതി പ്ലസ് ജി സ്ക്വയർ ടി സ്ക്വയർ. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതാമോ? Can we write an equation like this? Yes. അപ്പം ഇതാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിക്കും ഉള്ള ഇക്വേഷൻ. അപ്പം നമ്മൾ ഇതുവരെ ആയിട്ടുള്ള ഡിറൈവ് ചെയ്ത ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? Yes. Did you understand all the derivations that we have derived up to this point? ഇല്ലേ? Yes, sir. യെസ്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ മുന്നോട്ടേക്ക് തന്നെ നീങ്ങാണ്. നമ്മൾ മുന്നോട്ടേക്ക് നീങ്ങുന്ന സമയത്ത് ഈ പ്രൊജക്ടൈൽ ഇതാ ഇവിടെ ഒരു പോയിന്റിൽ എത്തും അല്ലെ, ഹയസ്റ്റ് പോയിന്റിൽ. പ്രൊജക്ടൈൽ അതിന്റെ ഹയസ്റ്റ് പോയിന്റിൽ എത്തുന്ന സമയത്ത് അതിന്റെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഇങ്ങനെയാണ് ഉണ്ടാവുക. അല്ലേ? പ്രൊജക്ടൈല് അതിന്റെ ഹയസ്റ്റ് പോയിന്റിൽ എത്തുന്ന സമയത്ത് അതിന്റെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഇങ്ങനെയാണ്. ഇനി നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ അറിയില്ല, നോക്കിക്കോ, ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മള് പ്രൊജക്ടൈൽ മോഷനിൽ യു എക്സിന് കിട്ടിയ ഇക്വേഷൻ എന്താ പറയും? യു എക്സിന് കിട്ടിയ ഇക്വേഷൻ എന്താ? യു കോസ് തീറ്റയാണ്. വി എക്സിന് കിട്ടിയ ഇക്വേഷൻ എന്താ? വി എക്സിന് കിട്ടിയ ഇക്വേഷനും എന്താണ്? യു കോസ് തീറ്റയാണ്. അപ്പൊ യു എക്സും വി എക്സും എന്താ? ഡിഫറെന്റ് ആണോ സെയിം ആണോ? Same. സെയിം. അപ്പം പ്രൊജക്ടൈൽ മോഷനിൽ മുഴുവൻ സമയത്തും വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷന് മാറ്റം ഉണ്ടാവില്ല. പ്രൊജക്ടൈൽ മോഷനിൽ മുഴുവൻ സമയത്തും വെലോസിറ്റി ഇൻ ഏത് ഡയറക്ഷന് മാറ്റം ഉണ്ടാവില്ല? വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷന് ഒരു മാറ്റം ഉണ്ടാവില്ല. മനസ്സിലായോ? Throughout the motion of projectile, the velocity in x direction will not change. മനസ്സിലായോ? Yes. Yes. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്തുന്ന സമയത്ത് അതിന്റെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഇങ്ങനെയാണ്. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഇങ്ങനെയാണെങ്കിൽ ആ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത് വി എക്സിന് ഈക്വൽ ആയിരിക്കും. ഈ സമയത്ത് പ്രൊജക്ടൈൽ ഏറ്റവും മേലെ എത്തി നിൽക്കുന്ന സമയത്ത് പ്രൊജക്ടൈൽ മോഷന്റെ വെലോസിറ്റി ഇൻ വൈ ഡയറക്ഷൻ എത്രയായിരിക്കും? ഈ സമയത്ത് ഏറ്റവും മേലെ എത്തി നിൽക്കുന്ന സമയത്ത് അതിന് വെലോസിറ്റി ഇൻ വൈ ഡയറക്ഷൻ എന്ന് പറയുന്ന സാധനം ഇല്ലല്ലോ. അപ്പം പ്രൊജക്ടൈൽ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ എത്തി നിൽക്കുന്ന സമയത്ത് അതിന്റെ വി വൈ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. പ്രൊജക്ടൈൽ മോഷനിൽ പ്രൊജക്ടൈൽ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ എത്തി നിൽക്കുന്ന സമയത്ത് എന്താണ് 0? വെലോസിറ്റി ഇൻ വൈ ഡയറക്ഷൻ എന്താണ്? വെലോസിറ്റി ഇൻ വൈ ഡയറക്ഷൻ എത്രയാണ്? പറയേ. വെലോസിറ്റി ഇൻ വൈ ഡയറക്ഷൻ 0 ആണ്. 0 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, നമ്മളിവിടെ ഈ കാര്യങ്ങളെ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പം നമുക്ക് പ്രൊജക്ടൈൽ മോഷനിൽ വി ക്യാൻ ടേക്ക് എ പോയിന്റ് ഓവർ ഹിയർ. പ്രൊജക്ടൈൽ മോഷനിൽ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പോയിന്റ് ഒരു വൈ ഡിസ്റ്റൻസ് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ? അപ്പം ഈ പോയിന്റിൽ പ്രൊജക്ടൈൽ ഉണ്ടാക്കുന്ന ഈ വൈ ഡിസ്റ്റൻസിനെ നമ്മള് we will call this distance as maximum height. ഈ പ്രൊജക്ടൈൽ ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഈ ഉണ്ടാക്കുന്ന വൈ ഡിസ്റ്റൻസിനെ നമ്മൾ എന്താ വിളിക്കാം? മാക്സിമം ഹൈറ്റ് ഓഫ് ദ പ്രൊജക്ടൈൽ. അതിനെ h എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. പ്രൊജക്ടൈല് ഹയസ്റ്റ് പോയിന്റിൽ അല്ലെ അതിന് എത്താൻ പറ്റുന്ന മാക്സിമം ഹൈറ്റ് അതിന് h എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അതേമാതിരി ഈ പോയിന്റിൽ എത്തുമ്പം എടുക്കുന്ന ടൈമിനെ
വേണം ചമ്മന്തി വോയിസ് മ്യൂട്ട് ചെയ്യട്ടോ. പട്ടി പോട്ടെ. വോയിസ് മ്യൂട്ട് നിങ്ങള് ആ പോയിന്റിൽ എത്തുമ്പം എടുക്കുന്ന നമ്മളുടെ ടൈമിനെ നമ്മള് ടൈം ഓഫ് മാക്സിമം ഹൈറ്റ് എന്നാണ് വിളിക്കുക. ഈ പോയിന്റ് ഹയസ്റ്റ് പോയിന്റിലുള്ളപ്പം ആ പ്രൊജക്ടൈൽ എടുക്കുന്ന ടൈമിനെ ടൈം ഓഫ് മാക്സിമം ഹൈറ്റ് TM എന്ന് ഡിനോട്ട് ചെയ്യട്ടെ. പ്രൊജക്ടൈൽ ഏറ്റവും മേലെ എത്തുന്ന സമയത്ത് അതിനെടുക്കുന്ന ടൈമിനെ ടൈം ഓഫ് മാക്സിമം ഹൈറ്റ്. പ്രൊജക്ടൈല് ഉണ്ടാക്കുന്ന മാക്സിമം വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റിനെ H എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചും ഡിനോട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അടുത്തത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു സാധനം, നമ്മളുടെ പ്രൊജക്ടൈൽ അതിന്റെ മോഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് പ്രൊജക്ടൈൽ ഉണ്ടാക്കുന്ന ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ റേഞ്ച് ഓഫ് പ്രൊജക്ടൈൽ എന്ന് വിളിക്കും. പ്രൊജക്ടൈൽ അതിന്റെ മോഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അതുണ്ടാക്കുന്ന ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എന്താ വിളിക്കാം? വി വിൽ കോൾ ദാറ്റ് ആസ് റേഞ്ച് ഓഫ് പ്രൊജക്ടൈൽ. എന്താ വിളിക്കാം? പറയും. എന്താ വിളിക്കാം? റേഞ്ച് ഓഫ് പ്രൊജക്ടൈൽ. റേഞ്ച് ഓഫ് പ്രൊജക്ടൈൽ. ഇനി പ്രൊജക്ടൈൽ അതിന്റെ മോഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ദാ ഇവിടെ ഒരു പോയിന്റിൽ എത്തിയിട്ടാണല്ലേ നിൽക്കുക. ഇവിടെ ഒരു പോയിന്റിൽ എത്തിയിട്ടാണ് നിൽക്കുകയെങ്കിൽ ആ പോയിന്റിൽ എത്തുമ്പം ഉള്ള ടൈമിനെ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വിളിക്കും. എന്താണ്? ടൈം ഓഫ് ഫ്ലൈറ്റ്. What is this called? This time is called as time of flight. Okay, time of flight. അപ്പം പ്രൊജക്ടൈലിന് മാക്സിമം ഹൈറ്റ് ഉണ്ട്, ടൈം ഓഫ് ഫ്ലൈറ്റ് ഉണ്ട്. ടൈം ഓഫ് മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് ഏറ്റവും മേലെ എത്താൻ എടുക്കുന്ന ടൈം. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് പ്രൊജക്ടൈൽ അതിന്റെ മോഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം. റേഞ്ച് എന്ന് പറയുന്നത് പ്രൊജക്ടൈൽ ഉണ്ടാക്കുന്ന മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ്. H എന്ന് പറയുന്നത് പ്രൊജക്ടൈൽ ഉണ്ടാക്കുന്ന മാക്സിമം വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ്. കാണുന്നില്ലേ? കാണുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാന്നാല് നമ്മളുടെ പ്രൊജക്ടൈൽ ഇതാ ഇവിടെ എത്തി നിൽക്കുന്ന സമയത്ത് അതിന്റെ കോർഡിനേറ്റ്സ് എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റിൽ അതിന്റെ y വാല്യൂ 0 ആണ്, x വാല്യൂ 6 ആണ്. നോക്കി നോക്ക്, ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള x വാല്യൂ, x ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 ആണ്, y ഡിസ്റ്റൻസ് ഇല്ലല്ലോ ആ പോയിന്റിന്. അപ്പം ഈ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് പറയാം x is equal to r, y is equal to 0 point ആണ്. x is equal to r, y is equal to 0 point അല്ലേ ഈ പോയിന്റ്? കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? No, sir. ഇല്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നാല് ഇനി നമ്മളുടെ ഈ പുതിയതായിട്ട് പറഞ്ഞ കുറെ ആൾക്കാർക്കൊക്കെ ഉള്ള മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഉണ്ടാക്കാൻ പോവാണ്. അതായത് ടൈം ഓഫ് മാക്സിമം ഹൈറ്റിന് ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഉണ്ടാക്കണം, ഹൈറ്റിന് എച്ചിന് ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഉണ്ടാക്കണം, റേഞ്ചിന് ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഉണ്ടാക്കണം, ടൈം ഓഫ് ഫ്ലൈറ്റിന് ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഉണ്ടാക്കണം. അതിന് ഞാൻ ഇതിന്റെ ഡെഫിനിഷൻ ഒക്കെ പറഞ്ഞിട്ടോ. എന്താണ് ടൈം ഓഫ് മാക്സിമം ഹൈറ്റ്? ടൈം ടേക്കൺ ബൈ ദ പ്രൊജക്ടൈൽ ടു റീച്ച് ഇറ്റ്സ് മാക്സിമം ഹൈറ്റിനെയാണ് ടൈം ഓഫ് മാക്സിമം ഹൈറ്റ് എന്ന് വിളിക്കുക. റേഞ്ച് ഓഫ് പ്രൊജക്ടൈൽ എന്താണ്? ദ മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പ്രൊജക്ടൈലിനെയാണ് റേഞ്ച് ഓഫ് പ്രൊജക്ടൈൽ എന്ന് വിളിക്കുക. ഇതൊക്കെ ഞാൻ അടുത്ത ക്ലാസ് ചോദിക്കുമ്പോൾ പറഞ്ഞിരണേ. മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പ്രൊജക്ടൈലിനെയാണ് എന്ത് വിളിക്കാം? റേഞ്ച് ഓഫ് പ്രൊജക്ടൈൽ. The maximum height attained by the projectile ആണ് maximum height h എന്ന് വിളിക്കുക. The time taken by the projectile to complete its motion, അതിന്റെ മോഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നാൽ ഇവർക്കൊക്കെ കുറച്ച് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ഉണ്ടാക്കാൻ പോവാം. ഇവർക്കൊക്കെ കുറച്ച് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചോ. In order to derive a mathematical expression for all these, നമ്മൾ അടുത്ത പേജിലേക്ക് പോയിട്ട് നമുക്ക് ആദ്യം തന്നെ ടൈം ഓഫ് മാക്സിമം ഹൈറ്റിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. ടൈം ഓഫ് മാക്സിമം ഹൈറ്റിന് അതിന് നമ്മളുടെ മുന്നത്തെ പേജിലേക്ക് പോവുകയാണെങ്കിൽ ടൈം ഓഫ് മാക്സിമം ഹൈറ്റ് ആവുന്ന സമയത്ത് അതിന്റെ vy വാല്യൂ എത്രയാ? വാട്ട് ഇസ് ദ vy വാല്യൂ അറ്റ് ദ ടൈം ഓഫ് മാക്സിമം ഹൈറ്റ് സിറ്റുവേഷൻ? ടൈം ഓഫ് മാക്സിമം ഹൈറ്റ് ആവുന്ന സമയത്ത് അതിന്റെ vy വാല്യൂ എത്രയാണ്? പറയും. 0 ആണ്. അപ്പൊ നമ്മൾ ആ ബുദ്ധി അങ്ങോട്ട് ഉപയോഗിക്കുക. ആ ബുദ്ധി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ടൈമിന്റെ വില ടൈം ഓഫ് മാക്സിമം ഹൈറ്റ് ആവുന്ന സമയത്ത് വിവൈയുടെ വില 0 ആവണം. ഇനി vy ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? ഇതാ vy ഈസ് ഈക്വൽ ടു എന്താ കിട്ടിയ ഇക്വേഷൻ? നമുക്ക് കിട്ടിയ ഇക്വേഷൻ പറയും. vy ഈക്വൽ ടു
u sin theta minus gt എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നിങ്ങൾ കാണുന്നുണ്ടോ? vy equal to u sin theta minus gt. Can you see that equation? Yes, sir. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഇക്വേഷൻ ഇവിടെ എഴുതാം. vy is equal to u sin theta minus gt. ആ ഇക്വേഷൻ എഴുതി. ഇനി എന്ത് ചെയ്യാ? vy ക്ക് പകരം 0 എന്ന് കൊടുക്കുകയാണ്, t ക്ക് പകരം tm എന്ന് കൊടുക്കുക. അതായത് vy ക്ക് പകരം 0 കൊടുക്കുകയാണെങ്കിൽ t ക്ക് പകരം tm എന്ന് കൊടുക്കുക. കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്ത് കിട്ടും ഇക്വേഷൻ? we will get 0 is equal to u sin theta minus gtm. ശരിയല്ലേ? അതിൽ മൈനസ് ജി ടി എം മറ്റേ സൈഡിലേക്ക് പോവാണ്, പ്ലസ് ജി ടി എം ആവും. അപ്പൊ പ്ലസ് ജി ടി എം ഇസ് ഈക്വൽ ടു യു സൈൻ തീറ്റ. ശരിയല്ലേ? അതിൽ നിന്ന് ടി എം ഇസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി. ശരിയാണോ? 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 Yes. Yes, we are getting an equation like this. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ടി എമ്മിന് കിട്ടി. ടി എമ്മിന്റെ കാര്യം തീരുമാനമായോ? ആയില്ലേ? ഇനി അടുത്ത ആള് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇതേ രീതിയിൽ ടൈം ഓഫ് ഫ്ലൈറ്റിനെ കണ്ടുപിടിക്കാം. ഇതേ രീതിയിൽ ടൈം ഓഫ് ഫ്ലൈറ്റിന് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് എന്താ? ടൈം ടേക്കൺ ബൈ ദ പ്രൊജക്ടൈൽ ടു കംപ്ലീറ്റ് ഇറ്റ്സ് മോഷൻ. അതിന്റെ മോഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനല്ലേ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വിളിക്കാം. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഡയഗ്രത്തിലേക്ക് തന്നെ പോയി ടൈം ഓഫ് ഫ്ലൈറ്റ് ആവുന്ന സമയത്ത് vy ആണോ 0? അല്ല. ടൈം ഓഫ് ഫ്ലൈറ്റ് ആവുന്ന സമയത്ത് vy 0 അല്ല. ടൈം ഓഫ് മാക്സിമം ഫ്ലൈറ്റ് ആവുന്ന സമയത്താണ് vy 0 അല്ലെ? പക്ഷെ ടൈം ഓഫ് ഫ്ലൈറ്റ് ആവുന്ന സമയത്ത് വേറെ ആരോ 0 ആണല്ലോ. ആരാ 0? അതിന്റെ എക്സ് കോർഡിനേറ്റ് ആണോ വൈ കോർഡിനേറ്റ് ആണോ 0? പറയും. ആ ഡയഗ്രാം നോക്കി പറയും. ടൈം ഓഫ് ഫ്ലൈറ്റ് ആവുന്ന സമയത്ത് ആരാണ് 0? vx ആണോ vy ആണോ x ആണോ y ആണോ? ആരാണ് 0? എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നതല്ലേ നമ്മൾ r x ഡിസ്റ്റൻസ് ഉണ്ട്. ടൈം ഓഫ് ഫ്ലൈറ്റ് ആവുന്ന സമയത്ത് എക്സിന് r ഡിസ്റ്റൻസ് ഇല്ലേ? എക്സ് കോർഡിനേറ്റ് r ഡിസ്റ്റൻസ് ഉണ്ട്. y കോർഡിനേറ്റ് അല്ല 0 അല്ലേ? ആണോ? x, y എന്നുള്ളതല്ലേ നമ്മൾ എഴുതുന്ന സാധാരണ രീതി. അപ്പം എക്സ് ഡിസ്റ്റൻസ് ഇവിടെ r ആണ്, y ഡിസ്റ്റൻസ് ആണ് എന്ത്? 0. എക്സ് ഡിസ്റ്റൻസ് r ആണ്. ആരാ 0? പറയും. y ഡിസ്റ്റൻസ്. അപ്പൊ നമ്മൾ ആ കാര്യമാണ് ഇവിടെ ഉപയോഗിക്കുക. അതായത് നമ്മൾ പറയും ടൈം ഓഫ് ഫ്ലൈറ്റ് ആവുന്ന സമയത്ത് അതിന്റെ y ഡിസ്റ്റൻസ് എത്രയാ? 0 ആണ്. എന്ത് 0 ആണ്? y ഡിസ്റ്റൻസ് 0 ആണ്. y ഡിസ്റ്റൻസ് 0 ആണെങ്കിൽ നമുക്ക് എങ്ങനെ ഇക്വേഷൻ എഴുതാം? വി ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ ഫോർ y. ഇക്വേഷൻ ഫോർ y നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? y is equal to u sin theta t minus half gt square കിട്ടിയിട്ടില്ലേ? Did we obtain this equation? y is equal to u sin theta t minus half gt square കിട്ടിയിട്ടുണ്ട് അല്ലേ? ഉണ്ടോ? Yes. അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതാണ്. y is equal to u sin theta t minus half gt square. ഈ ഇക്വേഷൻ ഞാൻ അങ്ങോട്ട് എഴുതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? വൈക്ക് പകരം 0 കൊടുക്കണം. ടി ഉള്ള സ്ഥലത്തൊക്കെ ടിക്ക് പകരം എന്ത് കൊടുക്കണം? tf എന്ന് കൊടുക്കണം. അങ്ങനെയാണ് ആ ഇക്വേഷൻ എങ്ങനെ മാറും? വൈക്ക് പകരം എന്ത് കൊടുക്കാം? 0 is equal to u sin theta ടിക്ക് പകരം tf minus half g tf square. എഴുതിക്കൂടെ? എഴുതാമോ? ഈ മൈനസ് ഹാഫ് ജി ടി എഫ് സ്ക്വയറിനെ മറ്റേ സൈഡിലേക്ക് എടുക്കുമ്പോൾ പ്ലസ് ഹാഫ് ജി ടി എഫ് സ്ക്വയർ ആവും. അപ്പം ഹാഫ് ജി ടി എഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ടി എഫ്. എഴുതിക്കൂടെ? എഴുതിക്കൂടെ? ഈ ടി എഫ് സ്ക്വയറും ഒരു ടി എഫും ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എൽ എച്ച് എസിൽ ഒരു ടി എഫ് മാത്രം വെച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ടി എഫ് ഇസ് ഈക്വൽ ടു ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകും. അതായത് ഹാഫിൽ അങ്ങോട്ട് കൊണ്ടുപോയാൽ 2 ആവും. പിന്നെ ജീന് അങ്ങോട്ട് കൊണ്ടുപോയാൽ ബൈ ജി ആവും. പിന്നെ ഇവിടെ ഓൾറെഡി ഉള്ള ആൾക്കാര് യു സൈൻ തീറ്റ. ടി എഫ് വെട്ടിപ്പോയില്ലേ? ഇവിടെ ഉള്ള ഒരു ടി എഫും ഇവിടെ ഉള്ള ടി എഫ് സ്ക്വയറിലുള്ള ഒരു ടി എഫും വെട്ടിപ്പോയില്ലേ? അപ്പൊ ഇങ്ങനെ കിട്ടി. ഡിഡ് യു ഗെറ്റ് ദിസ് ഇക്വേഷൻ? അപ്പം നമ്മൾക്ക് ടൈം ഓഫ് ഫ്ലൈറ്റിനും ഉള്ള ഒരു ഇക്വേഷൻ കിട്ടി. ടൈം ഓഫ് ഫ്ലൈറ്റിനുള്ള ഇക്വേഷൻ കിട്ടിയോ? അപ്പൊ ഇതിനെ രണ്ടിനും കൂടി കൂട്ടി യോജിപ്പിക്കുകയാണ്. ഇവർ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. നോക്കി നോക്ക്, എന്താ ബന്ധം?
ടൈം ഓഫ് ഫ്ലൈറ്റും ടൈം ഓഫ് മാക്സിമം ഹൈറ്റും തമ്മിലുള്ള ബന്ധം എന്താ? വി ക്യാൻ സേ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഒരു 2 into ടൈം ഓഫ് മാക്സിമം ഹൈറ്റ് അല്ലേ? നോക്കി നോക്ക്, ടൈം ഓഫ് മാക്സിമം ഹൈറ്റിന്റെ കൂടെ ഒരു 2 മൾട്ടിപ്ലൈ ചെയ്താലല്ലേ ടൈം ഓഫ് ഫ്ലൈറ്റ് കിട്ടുന്നത്, ആണോ? But time of flight is equal to 2 times time of maximum height. കുഴപ്പമുണ്ടോ? No. അപ്പം we are getting this equation also. We are getting this equation also. ഇതിന്റെ മേലെ സ്ക്രിബിൾ ചെയ്ത് കളിക്കല്ലേ? ആരാണ് ഇതിൽ സ്ക്രിബിൾ ചെയ്യുന്നത്? അപ്പൊ ഇത് കിട്ടി. ഇനി അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യാന്നാല് നമ്മള് അടുത്ത ഇക്വേഷൻ നോക്കാം. അപ്പൊ നമ്മളിപ്പം എന്തൊക്കെ കണ്ടുപിടിച്ചു? ടൈം ഓഫ് ഫ്ലൈറ്റും ടൈം ഓഫ് മാക്സിമം ഹൈറ്റിനും ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്തിന് ഇക്വേഷൻ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ റേഞ്ചിനുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കണം. റേഞ്ച് എന്ന് പറയുന്ന ഏത് ലെറ്റർ ഉപയോഗിച്ചാണ് ഡിനോട്ട് ചെയ്ത്? ഹൊറിസോണ്ടൽ റേഞ്ച് H ആണോ R ആണോ? പറയേ. ഹൊറിസോണ്ടൽ റേഞ്ച് ഏത് ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്? R എന്ന് പറയുന്നത് X ഡിസ്റ്റൻസ് ആണോ Y ഡിസ്റ്റൻസ് ആണോ? X ഡിസ്റ്റൻസ് ആണ്. X ഡയറക്ഷനിൽ സബ്സ്റ്റൻസ് മൂവ് ചെയ്യുന്നത് ഒരു കോൺസ്റ്റന്റ് എന്താണ് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലല്ലേ? കാരണം X ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഇല്ലല്ലോ. X ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഉണ്ടോ സബ്സ്റ്റൻസിന്? X ഡയറക്ഷനിൽ സബ്സ്റ്റൻസ് നീങ്ങുന്നത് ഒരു യൂണിഫോം വെലോസിറ്റിയിലാണ്. അപ്പൊ ശ്രദ്ധിച്ചോ. ഇനി നമ്മൾ റേഞ്ചിനുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാം റേഞ്ച് ഇസ് ഈക്വൽ ടു കണ്ടുപിടിക്കണം. അപ്പം എക്സ് ഡിസ്റ്റൻസ് ആണ് റേഞ്ച് അല്ലേ? ആണോ? റേഞ്ച് എന്ന് പറയുന്നത് എക്സ് ഡിസ്റ്റൻസ് അല്ലേ? അപ്പൊ നമ്മള് എക്സ് ഡയറക്ഷനിൽ സബ്സ്റ്റൻസ് നീങ്ങുന്നത് ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. പഠിച്ചിട്ടില്ലേ? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം പഠിച്ചിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ ഇൻടു ടൈം. എഴുതിക്കൂടെ? എക്സിനെ വി എക്സ് ഇൻടു ടി എന്ന് എഴുതാം. എക്സിനെ വി എക്സ് ഇൻടു ടി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് എക്സ് ഇസ് ഈക്വൽ ടു വി എക്സ്. വി എക്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാ? യു എക്സിന് ഈക്വൽ ആണ്. അത് എന്തിന് ഈക്വലാ? വി എക്സ് എന്ന് പറയുന്നത് യു കോസ് തീറ്റ എന്ന് കിട്ടിയില്ലേ? ഓർമ്മ ഉണ്ടോ? അതാ ഇവിടെ നോക്ക്. വി എക്സ് എന്ന് പറയുന്നത് എന്താ? യു കോസ് തീറ്റ അല്ലേ? ആണോ? അപ്പൊ വി എക്സ് ഇൻടു ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു കോസ് തീറ്റ ഇൻടു ടി. അപ്പൊ വി എക്സിന് പകരം നമുക്ക് എന്ത് ചെയ്യാന്നാല് യു കോസ് തീറ്റ എന്ന് എഴുതാം. എഴുതിക്കൂടെ? ഈ എക്സിന് പകരം ഞാൻ മായ്ക്കാണ്, ഞാൻ റേഞ്ച് എന്നാക്കി വിചാരിച്ചോ. എക്സിന് പകരം നമുക്ക് റേഞ്ച് ആർ എന്നാക്കാണ്. എക്സിന് പകരം എന്താക്കാം? റേഞ്ച് ആർ എന്നാക്കാം. എക്സ് ഇസ് ഈക്വൽ ടു ആർ ആവാൻ എടുക്കുന്ന ടൈം എത്രയാ? എക്സ് ഇസ് ഈക്വൽ ടു ആർ ആവാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രൊജക്ടൈൽ എടുക്കുന്ന ടൈം എത്രയാ? ആർ ഡിസ്റ്റൻസ് നീങ്ങാൻ വേണ്ടി പ്രൊജക്ടൈൽ എടുത്ത ടൈം എത്രയാ പറയും? പ്രൊജക്ടൈൽ എക്സ് ഇസ് ഈക്വൽ ടു ആർ ആവാൻ എടുക്കുന്ന ടൈം എത്രയാണ്? ടൈം ഓഫ് പറയേ. ടൈം ഓഫ് മാക്സിമം ആയിട്ടാണോ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണോ? എന്താണ്? ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. അതുകൊണ്ട് എക്സ് ഇസ് ഈക്വൽ ടു ആർ ആവുന്നത് ഏത് ടൈം ആണ്? എക്സ് ഇസ് ഈക്വൽ ആർ ആവുന്നത് ടി ഇസ് ഈക്വൽ ടു എന്താവുമ്പോഴാ? ടൈം ഓഫ് ഫ്ലൈറ്റ് ആവുമ്പോഴാണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാന്നാല് വേറൊന്നുമില്ല, എക്സ് ഇസ് ഈക്വൽ ടു ആർ ആണ്, ടി ഇസ് ഈക്വൽ ടു ടി എഫ് ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നാൽ എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കുക? ആർ എന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ടിക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കണം? ടി എഫ് എന്ന് കൊടുക്കണം. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്. ഇവിടെ വി എക്സിന് പകരം യു കോസ് തീറ്റ എന്ന് കൊടുത്തു, ടിക്ക് പകരം നമ്മൾ ടി എഫ് എന്ന് കൊടുക്കാം അല്ലെ? അപ്പൊ ആർ ഇസ് ഈക്വൽ ടു യു കോസ് തീറ്റ ഇൻറ്റു ടി എഫ് എന്ന് കിട്ടും. ആർ ഇസ് ഈക്വൽ ടു യു കോസ് തീറ്റ ഇൻറ്റു ടി എഫ്. ടി എഫ് എത്രയാ? ടി എഫ് നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ? ടി എഫിനെ നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? 2u sin തീറ്റ ബൈ ജി എന്നല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഈ കാണുന്ന ടി എഫിന് പകരം, അതായത് ഈ കാണുന്ന ടി എഫിന് പകരം ഈ വില കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും ആർ ഇസ് ഈക്വൽ ടു പറയും, ആർ ഇസ് ഈക്വൽ ടു യു കോസ് തീറ്റനെ അതേമാതിരി എഴുതി ടി എഫിന് പകരം എന്ത് കൊടുക്കാം? 2u sin തീറ്റ ഡിവൈഡഡ് ബൈ ജി. ടി എഫിന് പകരം എന്ത് കൊടുക്കുക? 2u sin തീറ്റ ഡിവൈഡഡ് ബൈ ജി. കുഴപ്പമുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇനി ശ്രദ്ധിച്ചോ, ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് ദിസ് ഇക്വേഷൻ, നമുക്ക് 2
സൈൻ തീറ്റ കോസ് തീറ്റ ഇങ്ങനെ ഒരാള് ഇതിന്റെ ഉള്ളിലുണ്ട് അല്ലേ, ഉണ്ടോ? പിന്നെ യു ഇൻറ്റു യു യു സ്ക്വയർ ആണ്. അപ്പൊ ഞാൻ ഇതിനൊന്നുകൂടി മാറ്റി എഴുതട്ടെ. ഐ എം ജസ്റ്റ് റീഅറേഞ്ചിങ് ദാറ്റ് ഇക്വേഷൻ ലൈക്ക് ദിസ്, ദാറ്റ് ഇസ് ആർ ഇസ് ഈക്വൽ ടു യു ഇൻറ്റു യു യു സ്ക്വയർ, പിന്നുള്ളത് 2 സൈൻ തീറ്റ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ജി. ഇങ്ങനെ എഴുതി കൂടെ? എഴുതാൻ പറ്റുമോ? യെസ്. ഇനി നിങ്ങളുടെ പഴയ ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസിന്റെ കാര്യങ്ങളിൽ ഒന്നുകൂടി ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് 2 സൈൻ തീറ്റ കോസ് തീറ്റ ആരാണെന്ന് നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്താ നിങ്ങൾ പഠിച്ചത് ഓർമ്മ ഉണ്ടോ? 2 സൈൻ തീറ്റ കോസ് തീറ്റയുടെ എക്സ്പാൻഷൻ എന്താന്ന് ഓർമ്മ ഉണ്ടോ? 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ 2 തീറ്റ ആണ് കേട്ടോ. നമ്മളുടെ ആ ഫോർമുലയുടെ കുറച്ച് കാര്യങ്ങൾ തന്നില്ലായിരുന്നോ? അതിലുണ്ട്, നോക്കി നോക്കണ്ടി. 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്താണ്? സൈൻ 2 തീറ്റ ആണ്. 2 സൈൻ തീറ്റ കോസ് തീറ്റ സൈൻ 2 തീറ്റ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും ആർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി. എഴുതി കൂടെ? എഴുതാൻ പറ്റുമോ? We can write an equation like this, that is r is equal to u square sin 2 theta divided by g. ഇതാണ് എന്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? എന്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? റേഞ്ച് ഓഫ് ദ പ്രൊജക്ടൈൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. റേഞ്ച് ഓഫ് ദ പ്രൊജക്ടൈൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പം നമുക്ക് റേഞ്ച് ഓഫ് ദ പ്രൊജക്ടൈൽ കണ്ടുപിടിക്കാനും ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ കിട്ടിയില്ലേ? അപ്പം റേഞ്ച് ഓഫ് ദ പ്രൊജക്ടൈൽ കണ്ടുപിടിക്കാൻ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മള് റേഞ്ചിന്റെ കുറച്ച് സ്പെഷ്യൽ കേസുകൾ പറയാം. റേഞ്ചിന്റെ കുറച്ച് സ്പെഷ്യൽ കേസുകൾ എന്തൊക്കെയാണ്? റേഞ്ചിന്റെ കുറച്ച് സ്പെഷ്യൽ കേസുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുകയാണ്, ഒരു പ്രൊജക്ടൈലിനെ ഏത് ആംഗിളിൽ എറിയുമ്പോഴാണ് അത് ഏറ്റവും ദൂരത്തെത്തുക? ഒരു പ്രൊജക്ടൈലിനെ ഏത് ആംഗിളിൽ എറിയുമ്പോഴാണ് ഏറ്റവും ദൂരത്തെത്തുക എന്ന് ചോദിച്ചു. അതായത് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പം ഇതാണ് നമ്മളുടെ എക്സ് വൈ ആക്സിസ് വിചാരിച്ചു. എക്സ് വൈ ആക്സിസ് ഒരു പ്രൊജക്ടൈലിനെ നമ്മൾ ഒരേ വെലോസിറ്റിയിൽ തന്നെ പല പല ആംഗിളിൽ എറിഞ്ഞു. ഒരേ വെലോസിറ്റിയിൽ വളരെ ചെറിയൊരു ആംഗിൾ എറിഞ്ഞിട്ടുണ്ട് ആ പ്രൊജക്ടൈൽ, പക്ഷെ എങ്ങനെ പോയി വീഴും. ഇനി അതിനേക്കാൾ ആംഗിൾ കൂട്ടി എറിയുമ്പം നമുക്ക് എന്ത് ചെയ്യുന്നാൽ ആ പ്രൊജക്ടൈൽ ചിലപ്പം ഇങ്ങനെയൊക്കെ പോയി വീഴും. ഇനി അതിനേക്കാൾ ആംഗിൾ കൂട്ടി എറിയുന്ന സമയത്ത് ആ പ്രൊജക്ടൈൽ ചിലപ്പം എന്ത് ചെയ്യുന്നാല് ഇങ്ങനെയൊക്കെ പോയിട്ട് ഇങ്ങനെ വീഴുണ്ടാവും. ഇനി അതിനേക്കാൾ ആംഗിൾ കൂടുതലായിട്ട് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രൊജക്ടൈൽ ചിലപ്പം എന്ത് ചെയ്യുന്നാല് ഇങ്ങനെ പോയി ഇങ്ങനെയൊക്കെ പോയി വീഴും ഇല്ലേ? അപ്പം പല പല ആംഗിളിൽ എറിയുമ്പോൾ പ്രൊജക്ടൈൽ കുറെ പല പല ഡിസ്റ്റൻസിൽ ഉണ്ടാവുന്നത്. അപ്പൊ ഏത് ആംഗിളിൽ എറിയുമ്പോഴാണ് പ്രൊജക്ടൈലിന് മാക്സിമം ഡിസ്റ്റൻസ് ഉണ്ടാവുന്നത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഏത് ആംഗിളിൽ എറിയുമ്പോഴാണ് പ്രൊജക്ടൈലിന് മാക്സിമം ഡിസ്റ്റൻസ് ഉണ്ടാവുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുമ്പം ഇവിടെ ഈ സൈൻ 2 തീറ്റ എന്ന് പറയുന്ന ഒരാളില്ലേ, അയാളാണ് ഇവിടെ വേരിയബിൾ. ആംഗിൾ മാറുന്നതനുസരിച്ച് സൈൻ 2 തീറ്റ മാറും. അപ്പം നമ്മളോട് ചോദിക്കുകയാണ് ഏത് ആംഗിളിലാണ് മാക്സിമം റേഞ്ച് കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാം റേഞ്ച് മാക്സിമം ആവണമെങ്കിൽ സൈൻ 2 തീറ്റയുടെ വില മാക്സിമം ആവണം. സൈൻ 2 തീറ്റയുടെ വില മാക്സിമം ആവണം എന്ന് പറഞ്ഞാല് സൈൻ 2 തീറ്റ ഈക്വൽ ടു 1 ആവണം. റേഞ്ച് മാക്സിമം ആവണമെങ്കിൽ സൈൻ 2 തീറ്റയുടെ വില എന്താവണം? 1 ആവണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സൈൻ 90 ഈക്വൽ ടു ആണ് 1 എന്ന് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഉണ്ടോ? നമ്മൾ ട്രിഗ്നോമെട്രിയിൽ സൈൻ 90യുടെ വില 1 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും therefore 2 തീറ്റ is equal to 90 ഡിഗ്രി ആവണം അല്ലെ? ഇത് ശരിയാവണമെങ്കിൽ 2 തീറ്റയുടെ വില 90 ഡിഗ്രി ആയാലല്ലേ പറ്റുള്ളൂ. അപ്പൊ 2 തീറ്റ is equal to 90 ഡിഗ്രി. അങ്ങനെയാണ് തീറ്റ എത്രയാ? അങ്ങനെയാണ് therefore തീറ്റ is equal to എത്രയാ? 45 ഡിഗ്രി. 45 ഡിഗ്രി. അപ്പം പ്രൊജക്ടൈൽ മാക്സിമം റേഞ്ച് ആവുന്നത് ഏത് ആംഗിളിൽ ലോഞ്ച് ചെയ്യുമ്പോഴാണ്? 45 ഡിഗ്രി ആംഗിളിൽ ലോഞ്ച് ചെയ്യുമ്പോഴാണ് പ്രൊജക്ടൈൽ എന്താവുന്നത്? മാക്സിമം റേഞ്ച്. കുഴപ്പമുണ്ടോ? മാക്സിമം റേഞ്ച് പ്രൊജക്ടൈലിന് കിട്ടുന്നത് തീറ്റ is equal to 45 ഡിഗ്രി ആംഗിളിലാണ്. അത് കിട്ടി. ഇനി നമ്മളോട് ചോദിക്കുകയാണ് പ്രൊജക്ടൈല്, ഇനിയിപ്പം ഈ പച്ച കളറുള്ള പ്രൊജക്ടൈലും ഈ ചുവപ്പ് കളറുള്ള പ്രൊജക്ടൈലും എന്ത് ചെയ്യുന്ന ചിലപ്പോൾ ഒരേ സ്ഥലത്ത് തന്നെ പോയി വീഴാം.
അങ്ങനെയാണെങ്കിൽ ഏതോ രണ്ട് ആംഗിളിൽ പ്രൊജക്ട് ചെയ്തപ്പം പ്രൊജക്ടൈൽ സെയിം റേഞ്ചിൽ വന്ന് വീണിട്ടുണ്ട്. അങ്ങനെയും സംഭവിക്കല്ലോ. ഈ ചുവപ്പ് കളറിലുള്ള പ്രൊജക്ട് ചെയ്ത ആംഗിളും ഈ പച്ച കളറിൽ പ്രൊജക്ട് ചെയ്ത പ്രൊജക്ടൈലിന്റെ ആംഗിളും സെയിം അല്ലല്ലോ. സെയിം ആണോ? No. അല്ല. പക്ഷെ അത് രണ്ടും ഒരേ സ്ഥലത്താ പോയി വീഴുന്നത്. അപ്പം at two different angles projectile will have same range. അത് ഏതൊക്കെയാണ് ആ ആംഗിൾസ് എന്ന് ചോദിച്ചു. ഏതൊക്കെ ആംഗിളിൽ പ്രൊജക്ടൈലിനെ പ്രൊജക്ട് ചെയ്താലാണ് ആ പ്രൊജക്ടൈലിന് ഒരേ റേഞ്ച് കിട്ടുക? ആ കാര്യങ്ങളാണ് നമുക്ക് ഇനി അടുത്ത് സംസാരിക്കാനുള്ളത്. രണ്ട് ഡിഫറെന്റ് ആംഗിളിൽ പ്രൊജക്ട് ചെയ്താൽ പ്രൊജക്ടൈലിന് ഒരേ റേഞ്ച് കിട്ടും. അത് ഏതൊക്കെ ആംഗിളിലാന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആ ആംഗിളിനെ നേരെ അങ്ങോട്ട് പറയുകയും ചെയ്യാണ്, എന്നിട്ട് അതിനെ തെളിയിക്കാം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാണ്, ഇഫ് projectile is projected at theta angle and 90 minus theta angle. ഒരു പ്രൊജക്ടൈലിനെ തീറ്റ ആംഗിളിലും 90 മൈനസ് തീറ്റ ആംഗിളിലും പ്രൊജക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് സെയിം റേഞ്ച് ആയിരിക്കും. അത് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. ഏതൊക്കെ ആംഗിളിൽ പ്രൊജക്ട് ചെയ്യുമ്പോഴാണ് പ്രൊജക്ടൈലിന് സെയിം റേഞ്ച് കിട്ടുക? തീറ്റ ആംഗിളിലും 90 മൈനസ് തീറ്റ ആംഗിളിലും. അപ്പം ഇത് ഞാൻ പറഞ്ഞത് ശരിയാണോ എന്നുള്ളത് ഉറപ്പിക്കണം നമുക്ക്. ഇത് ഞാൻ പറഞ്ഞത് ശരിയാണോ എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാന്നാല് നമ്മള് കുറച്ച് മാത്തമാറ്റിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യാം. അപ്പം നമ്മളുടെ ഈ റേഞ്ചിന്റെ ഇക്വേഷൻ ഇല്ലേ, റേഞ്ചിന്റെ ഇക്വേഷൻ എന്താ? R is equal to u square sin 2 theta by g അല്ലേ? ആ ഇക്വേഷനെ ഞാൻ ഇവിടേക്ക് ഒന്ന് എഴുതുകയാണ്. R is equal to u square തന്നെ sin 2 തീറ്റനെ നമ്മൾ പഴയപടി മാറ്റാം. പഴയപടി മാറ്റുക sin 2 തീറ്റക്ക് പകരം 2 sin theta cos theta എന്ന് എഴുതിയത് തെറ്റൊന്നുമല്ലല്ലോ. തെറ്റാണോ? അപ്പൊ 2 sin theta cos theta by g ഇങ്ങനെ എഴുതി വെച്ചു. R is equal to u square 2 sin theta cos theta by g എന്ന് ഞാൻ വെറുതെ എഴുതി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാന്നാല് നമ്മളൊരു ഇഫ് കണ്ടീഷൻ, അതായത് നമ്മൾ മാറ്റുകയാണ്. ആറിനെ ആർ ഡാഷ് എന്ന് മാറ്റുകയാണ്. എപ്പം? തീറ്റനെ 90 മൈനസ് തീറ്റ എന്ന് മാറ്റുമ്പോൾ. തീറ്റക്ക് പകരം നമ്മൾ 90 മൈനസ് തീറ്റ എന്ന് കൊടുക്കുകയാണ്, പകരം ആറിന് പകരം ആർ ഡാഷ് എന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. നമ്മൾ ഇവിടെ കാണുന്ന ആറിന് പകരം എന്ത് കൊടുക്കുക? ആർ ഡാഷ് എന്ന് കൊടുക്കണം. ഇവിടെയൊക്കെ കാണുന്ന തീറ്റകൾക്ക് പകരം എന്ത് കൊടുക്കുക? 90 മൈനസ് തീറ്റ എന്ന് കൊടുക്കുക. അങ്ങനെയാണ് ഈ ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? therefore നമുക്ക് ആ ഇക്വേഷനെ എങ്ങനെ മാറ്റി എഴുതാം? ആറിന് പകരം ആർ ഡാഷ് അല്ലെ? ആർ ഡാഷ് സ്ക്വയറോ? സ്ക്വയർ ഞാൻ ഇവിടെ എന്താ എഴുതിയെന്ന് എനിക്ക് ഇവിടെ ഒരു സ്ക്വയർ ഒന്നും ഇല്ലല്ലോ. ആർ ഇസ് ഈക്വൽ ടു അല്ലേ? അപ്പൊ ആർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ 2 സൈൻ തീറ്റ കോസ് തീറ്റ ബൈ ജി ആണ്. അങ്ങനെയാണെങ്കിൽ ആറിന് പകരം നമ്മൾ എന്ത് കൊടുക്കാനാണ് ഞാൻ പറഞ്ഞത്? ആറിന് പകരം ആർ ഡാഷ് എന്ന് കൊടുക്കാൻ, തീറ്റക്ക് പകരം എന്ത് കൊടുക്കാൻ? 90 മൈനസ് തീറ്റ കൊടുക്കുക. അങ്ങനെയാണ് ഈ ഇക്വേഷനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? നമുക്ക് ഇവിടെ എഴുതട്ടെ. ആറിന് പകരം ഞാൻ എന്ത് കൊടുത്തു? ആർ ഡാഷ് എന്ന് കൊടുത്തു. ഇസ് ഈക്വൽ ടു യു സ്ക്വയർ തന്നെ 2 തന്നെ സൈൻ തീറ്റക്ക് പകരം എന്ത് കൊടുക്കാം? സൈൻ 90 മൈനസ് തീറ്റ. കോസ് തീറ്റക്ക് പകരം എന്ത് കൊടുക്കാം? കോസ് 90 മൈനസ് തീറ്റ ഡിവൈഡഡ് ബൈ ജി. ഇങ്ങനെ എഴുതാം. അപ്പൊ ആർ ഡാഷ് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ 2 സൈൻ 90 മൈനസ് തീറ്റ കോസ് 90 മൈനസ് തീറ്റ ഡിവൈഡഡ് ബൈ ജി എന്ന് കിട്ടി. ഇനി നിങ്ങൾ ട്രിഗ്നോമെട്രിയുടെ കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ സൈൻ 90 മൈനസ് തീറ്റ എന്ന് പറയുന്നത് ട്രിഗ്നോമെട്രിക്കലി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോസ് തീറ്റയാണ്. സൈൻ 90 മൈനസ് തീറ്റ ട്രിഗ്നോമെട്രിക്കലി എന്താണ്? കോസ് തീറ്റയാണ്. ഓക്കെ. അതേമാതിരി തന്നെ കോസ് 90 മൈനസ് തീറ്റ അല്ലേ? ഈ കോസ് 90 മൈനസ് തീറ്റ എന്ന് പറയുന്നത് ട്രിഗ്നോമെട്രിക്കലി അത് സൈൻ തീറ്റയുമാണ്. കോസ് 90 മൈനസ് തീറ്റ എന്താണ്? ട്രിഗ്നോമെട്രിക്കലി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? പഠിക്കും. അത് സൈൻ തീറ്റയാണ്. സൈൻ 90 മൈനസ് തീറ്റ എന്താണ്? പറയും. സൈൻ 90 മൈനസ് തീറ്റ എന്താണ്? കോസ് തീറ്റ. കോസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ആർ ഡാഷ് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ 2 സൈൻ 90 മൈനസ് തീറ്റക്ക് പകരം കോസ് തീറ്റ, കോസ് 90 മൈനസ് തീറ്റക്ക് പകരം സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി. ഇങ്ങനെ എഴുതാം. ഇനി ഒന്ന് നിങ്ങൾ ഈ ആർ ഡാഷിനെ ഒന്ന് സൂക്ഷിച്ചു നോക്ക്. ആർ ഡാഷ് എന്ന് പറയുന്ന സംഭവം ആർ എൻ അല്ലേ? ആണോ? ആർ ഡാഷ് എന്ന് പറയുന്നതിനെ നോക്ക്,
R dash is actually R itself. അല്ലേ? U square 2 cos theta sin theta by Gn അല്ലേ ഇത്? ആണോ? അപ്പൊ നമുക്ക് പറയാൻ പറ്റും therefore R dash എന്ന് പറയുന്നത് R ആണ്. അതിന്റെ അർത്ഥം എന്താ? തീറ്റ ആംഗിളിലും 90 മൈനസ് തീറ്റ ആംഗിളിലും പ്രൊജക്ടൈലിന് ഡിഫറെന്റ് റേഞ്ച് ആയിരിക്കോ സെയിം റേഞ്ച് ആയിരിക്കോ? തീറ്റ ആംഗിളിലും 90 മൈനസ് തീറ്റ ആംഗിളിലും പ്രൊജക്ടൈലിന് ഡിഫറെന്റ് റേഞ്ച് ആയിരിക്കുമോ സെയിം റേഞ്ച് ആയിരിക്കുമോ? പറയേ സെയിം റേഞ്ച്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ തീറ്റ ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി ആവുമ്പം ഉള്ള റേഞ്ചിന് ഈക്വൽ ആവുന്നത് എപ്പോഴാണ്? തീറ്റ ഈക്വൽ 30 ഡിഗ്രി ആവുമ്പം റേഞ്ച് 6 ആണെങ്കിൽ തീറ്റ ഇസ് ഈക്വൽ ടു എത്രയാവുമ്പോഴും റേഞ്ച് 6 ആണ്. 30 ഡിഗ്രിയിൽ പ്രൊജക്ട് ചെയ്ത പ്രൊജക്ടൈലിന്റെ അതേ റേഞ്ച് കിട്ടുക വേറെ ഏത് ആംഗിളിൽ പ്രൊജക്ട് ചെയ്യുമ്പോഴാണ്? 90 മൈനസ് 30. 90 മൈനസ് 30 എത്രയാ? 60. അപ്പൊ 60 ഡിഗ്രി ആംഗിളിലും സെയിം റേഞ്ച് ആണ്. 30 ഡിഗ്രി ആംഗിളും 60 ഡിഗ്രി ആംഗിളും സെയിം റേഞ്ച് ആണ് അല്ലെ? വേറൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് 25 ഡിഗ്രി ആംഗിളിലും പിന്നെ ഏത് ആംഗിളിലാണ് സെയിം റേഞ്ച്? പറയേ. 25 ഡിഗ്രി ആംഗിളിലും 90 മൈനസ് 25. 90 മൈനസ് 25 എത്രയാ? പറയേ. 25 ഡിഗ്രി ആംഗിളിലും പിന്നെ ഏത്? 65 ഡിഗ്രി ആംഗിളിലും സെയിം റേഞ്ച്. 20 ഡിഗ്രി ആംഗിളിലാണ് പിന്നെ അടുത്ത ആംഗിൾ ഏതാ? അടുത്ത ആംഗിൾ പറയും. 20 ഡിഗ്രി ആംഗിളിലും 70 ഡിഗ്രി ആംഗിളിലും സെയിം റേഞ്ച്. അപ്പം പ്രൊജക്ടൈലിനെ തീറ്റ ആംഗിളിലും 90 മൈനസ് തീറ്റ ആംഗിളിലും പ്രൊജക്ട് ചെയ്യാണ്. അതിന് സെയിം റേഞ്ച് ആണെന്ന് മനസ്സിലായി അല്ലേ? മനസ്സിലായോ? പ്രൊജക്ടൈലിന്റെ റേഞ്ച് എപ്പോഴാണ് മാക്സിമം ആവുക? പ്രൊജക്ടൈലിന്റെ റേഞ്ച് എപ്പോഴാണ് മാക്സിമം ആവുക? തീറ്റ ഈക്വൽ ടു 45 ഡിഗ്രി ആവുമ്പോഴാണ് പ്രൊജക്ടൈലിന്റെ റേഞ്ച് മാക്സിമം ആവുക അല്ലേ? ആണോ? അങ്ങനെയാണ് മാക്സിമം റേഞ്ച് എത്രയാ? മാക്സിമം റേഞ്ച് തീറ്റ 45 ഡിഗ്രി ആണെങ്കിൽ സൈൻ 2 into 45 എന്ന് പറയുന്നത് സൈൻ 90. സൈൻ 91 ആണ്. അപ്പം മാക്സിമം റേഞ്ച് എന്ന് പറയുന്നത് എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും U square by G ആണ്. അത് നമുക്ക് പറഞ്ഞൂടെ? പ്രൊജക്ടൈലിന് കിട്ടാൻ പറ്റുന്ന മാക്സിമം റേഞ്ച് എത്രയാണ്? U square by G. ശരിയാണോ? ശരിയാണോ? അപ്പൊ പ്രൊജക്ടൈലിന് കിട്ടാൻ പറ്റുന്ന മാക്സിമം റേഞ്ച് U square by G ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. Can we say like that? Yes. അപ്പം ഈ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണെങ്കിൽ നമുക്ക് ഇനി അടുത്തതായിട്ട് കണ്ടുപിടിക്കേണ്ടത് മാക്സിമം ഹൈറ്റ് ഓഫ് ദ പ്രൊജക്ടൈൽ. എന്താ നമുക്ക് അടുത്തതായിട്ട് കണ്ടുപിടിക്കേണ്ടത്? മാക്സിമം ഹൈറ്റ് ഓഫ് ദ പ്രൊജക്ടൈൽ. മാക്സിമം ഹൈറ്റ് ഓഫ് ദ പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോവുകയാണെങ്കിൽ അതിലെ മാക്സിമം വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? ആണോ? മാക്സിമം വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്ത്? മാക്സിമം ഹൈറ്റ് ഓഫ് ദ പ്രൊജക്ടൈൽ. കുഴപ്പമില്ലല്ലോ. ആ മാക്സിമം ഹൈറ്റ് ഓഫ് ദ പ്രൊജക്ടൈൽ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ മൂന്നാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്താ? നമുക്ക് 3 ഇക്വേഷൻ ഓഫ് മോഷൻ ഉണ്ട് അറിയാം. മൂന്നാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ v square minus u square is equal to 2as അല്ലേ? കുഴപ്പമുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ പ്രൊജക്ടൈലിന്റെ h എന്ന് പറയുന്നത് x ഡിസ്റ്റൻസ് ആണോ y ഡിസ്റ്റൻസ് ആണോ? h എന്ന് പറയുന്നത് x ഡിസ്റ്റൻസ് ആണോ y ഡിസ്റ്റൻസ് ആണോ? പറയേ. വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് y ഡിസ്റ്റൻസ് ആണോ അല്ല x ഡിസ്റ്റൻസ് ആണോ? എന്താണ്? y ഡിസ്റ്റൻസ് ആണ്. റേഞ്ച് x ഡിസ്റ്റൻസ് ആയിരുന്നോ y ഡിസ്റ്റൻസ് ആയിരുന്നോ? റേഞ്ച് റേഞ്ച് R. റേഞ്ച് R x ഡിസ്റ്റൻസ് ആയിരുന്നു. പക്ഷെ ഇവിടെ h y ഡിസ്റ്റൻസ് ആണ്. അപ്പൊ നമുക്ക് y ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ പോവാ പറഞ്ഞാല് നമ്മൾ ഈ ഇക്വേഷനെ ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കാൻ പോവാ. പറഞ്ഞാല് ഞാൻ ഇവിടെ ആദ്യം എഴുതി v square minus u square is equal to 2as എന്ന് എഴുതി. y ഡയറക്ഷനിലാണ് ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എഴുതാം vy square minus uy square is equal to 2
AY into displacement in y direction y. ഇങ്ങനെ എഴുതിക്കൂടെ? ഈ ഇക്വേഷനെ y ഡയറക്ഷനിലാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ vy square minus uy square is equal to 2ay into y. എഴുതിക്കൂടെ? Yes. എഴുതാം. ഇനി നമ്മൾ ഇവിടെ പ്രൊജക്ടൈലിന്റെ കാര്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ y ഡിസ്റ്റൻസ് h ആവുന്ന സമയത്ത് vy യുടെ വില എത്രയാണ്? y ഡിസ്റ്റൻസ് h ആവുന്ന സമയത്ത് vy യുടെ വില, ഹൈയസ്റ്റ് പോയിന്റിൽ vy യുടെ വില എത്രയാ പറയും? ഹൈയസ്റ്റ് പോയിന്റിൽ vy യുടെ വില ഡയഗ്രാം നോക്കി പറയും. ഹൈയസ്റ്റ് പോയിന്റിൽ vy യുടെ വില എത്രയാണ്? ഡയഗ്രാം നോക്കി പറയും. ഏറ്റവും മേലെ എത്തി നിൽക്കുന്ന സമയത്ത് vy യുടെ വില എത്രയാണ്? പറയ്. 0 ആണ്. 0 ആണ്. പിന്നെ uy യുടെ വില എത്രയാ? uy യുടെ വില ഡയഗ്രാം നോക്കിയോ? uy യുടെ വില U sin theta. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വിലയൊക്കെ ഇവിടെ കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ vy യുടെ വില 0 ആണ്, uy യുടെ വില u sin theta ആണ്. ശരിയല്ലേ? ay യുടെ വില എത്രയാ? നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് -g അല്ലേ? ആക്സലറേഷൻ ഇൻ y ഡയറക്ഷൻ -g അല്ലേ? Yes. ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനിലേക്ക് അതൊന്ന് കൊണ്ടു കൊടുക്കാം. therefore നമ്മൾ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. y-ക്ക് പകരം h എന്ന് കൊടുക്കണം, vy-ക്ക് പകരം 0 എന്ന് കൊടുക്കണം, uy-ക്ക് പകരം u sin theta എന്നും കൊടുക്കണം. പറയും ഇക്വേഷൻ എങ്ങനെ എഴുതാം? അപ്പം we can write this equation 0 square 0 minus uy square എന്ന് പറയുന്നതിനെ u square sin square theta എന്ന് എഴുതിക്കൂടെ? is equal to 2 into minus g എന്ന് പറയുമ്പോൾ minus 2g y-ക്ക് പകരം h. കുഴപ്പമുണ്ടോ? No. രണ്ട് സൈഡിലും മൈനസ് വെട്ടിപ്പോവും. രണ്ട് സൈഡിലും മൈനസ് വെട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ u square sin square theta is equal to 2gh കിട്ടൂലേ? Yes. അങ്ങനെയാണെങ്കിൽ h is equal to എന്ത് കിട്ടും? u square sin square theta divided by 2g. കിട്ടിയോ? Did we get an expression for h? Yes. കിട്ടി. അപ്പൊ മാക്സിമം ഹൈറ്റിനുള്ള ഒരു ഇക്വേഷനും നമുക്കായി ഇല്ലേ? മാക്സിമം ഹൈറ്റിന് u square sin square theta divided by 2g. അപ്പൊ നമ്മളുടെ ഈ ഡയഗ്രത്തിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട ആളുകളെ മുഴുവൻ കണ്ടുപിടിച്ചു. ആരൊക്കെയാ? ഹൈറ്റിന് ഇക്വേഷൻ കണ്ടുപിടിച്ചു, റേഞ്ചിന് ഇക്വേഷൻ കണ്ടുപിടിച്ചു, ടൈം ഓഫ് ഫ്ലൈറ്റിന് ഇക്വേഷൻ കണ്ടുപിടിച്ചു, ടൈം ഓഫ് മാക്സിമം ഹൈറ്റിന് ഇക്വേഷൻ കണ്ടുപിടിച്ചു, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി വിക്കും vx-നും vy-ക്കും ഒക്കെ ഇക്വേഷൻ കണ്ടുപിടിച്ചോ? Yes. ഇല്ലേ? ഉണ്ടല്ലോ. അതിന് ആർക്കാ കണ്ടുപിടിക്കാത്തുള്ളേ? നമ്മൾ ഇതിനൊക്കെ ഇക്വേഷൻ കണ്ടുപിടിച്ചു അല്ലേ? നോ എന്ന് പറഞ്ഞത് എന്തുദ്ദേശിച്ചാണാവോ? അപ്പോ ഇത് കിട്ടിയില്ലേ? Yes. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയി. ഇനി നമ്മളോട് ഇതിന് റിലേറ്റഡ് ആയിട്ട് വേറൊരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മളോട് ചോദിക്കുകയാണ്, എല്ലാ ഈ മാക്സിമം ഹൈറ്റ് എത്തുന്ന സമയത്തില്ലേ അതിന്റെ റേഞ്ച് എത്രയായിരിക്കും? നമുക്ക് ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ഇവിടേക്ക് എടുത്ത് എഴുതി നോക്കാം. ആ ഇക്വേഷൻസിനൊക്കെ ഒന്ന് ഇവിടേക്ക് എടുത്ത് എഴുതി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയും, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇതിന്റെ കൂടെ എഴുതി പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ എടുത്ത് പറയും, എന്തായാലും കുഴപ്പമില്ല. ടൈം ഓഫ് മാക്സിമം ഹൈറ്റിനുള്ള ഇക്വേഷൻ എന്താ പറയും? ടൈം ഓഫ് മാക്സിമം ഹൈറ്റിനുള്ള ഇക്വേഷൻ പറയും. u sin theta divided by എന്ത്? g അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റിനുള്ള ഇക്വേഷൻ പറയും. 2u sin theta by g. 2u sin theta by g. ഇനി
റേഞ്ച് ഓഫ് ദ പ്രൊജക്ടൈൽ ഇക്വേഷൻ പറയും. റേഞ്ച് ഓഫ് ദ പ്രൊജക്ടൈൽ U square sin theta. U square sin theta ആണോ sin 2 theta ആണോ? Sin 2 theta by G. 2 theta by G. ഇനി മാക്സിമം ഹൈറ്റിനുള്ള ഇക്വേഷൻ പറയും. പറയേ. മാക്സിമം ഹൈറ്റ് H. H equal to U square sin square theta by 2G. ഇതിൽ നിങ്ങൾ അധികം ആൾക്കാരും കെയർലെസ് ആയിട്ട് തെറ്റിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇത് സൈൻ 2 തീറ്റ അല്ലേ? ഇത് സൈൻ സ്ക്വയർ തീറ്റ അല്ലേ? രണ്ടും ഒന്നാണോ? അല്ലല്ലോ. അത് തെറ്റിക്കരുത് കേട്ടോ. സൈൻ സ്ക്വയർ തീറ്റയും സൈൻ 2 തീറ്റയും രണ്ടും രണ്ടാണ്. രണ്ടും ഏകദേശം ഒരേമാതിരിയൊക്കെ നമ്മൾ എഴുതി വരുമ്പോഴേക്കും പിന്നെ ഒരേമാതിരിയൊക്കെ ആയി പോകും. അല്ല, സൈൻ 2 തീറ്റ എന്ന് പറയുന്നതിന്റെ എക്സ്പാൻഷൻ എന്താ? 2 സൈൻ തീറ്റ കോസ് തീറ്റ അല്ലേ? പിന്നെ നിങ്ങൾ തെറ്റിക്കുന്ന ഒരു ഭാഗം ഇവിടെ ഈ 2G പറയാൻ വിട്ടു. 2G പറയാനും വിട്ടുപോകരുത്. അപ്പൊ ഈ ഫോർമുലാസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും ഈ ഫോർമുലാസ് ഒക്കെ ബൈ ഹാർട്ട് ചെയ്യണം, ഡെറിവേഷൻ ബൈ ഹാർട്ട് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? കാര്യങ്ങളൊക്കെ. ഇനി നമ്മൾ അടുത്തൊരു ചോദ്യത്തിൽ പറയുകയാണെങ്കിൽ, നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം, അതായത് നമ്മളോട് പറയാണ് റേഞ്ച് മാക്സിമം ആവുന്ന സമയത്ത് ഉള്ള ഹൈറ്റ് എത്രയാ വെച്ച്. റേഞ്ച് മാക്സിമം ആവുന്ന സമയത്ത് ഹൈറ്റിന്റെ വില എത്രയാന്ന് വെച്ചു. അതെങ്ങനെ കണ്ടുപിടിക്കാം? അതായത് ഇഫ് R is equal to R max, H is equal to എത്രയാന്ന് വെച്ചു. അപ്പം അതിന് റേഞ്ച് മാക്സിമം ആവുക എന്ന് പറയുന്നത് ഏത് ആംഗിൾ ആവുമ്പോഴാ? ഏത് ആംഗിളിൽ പ്രൊജക്ട് ചെയ്യുമ്പോഴാണ് റേഞ്ച് മാക്സിമം ആവുക? 45 degree. 45 ഡിഗ്രി. അപ്പം തീറ്റ ഇസ് ഈക്വൽ ടു 45 ഡിഗ്രി ആവുന്ന സമയത്ത് ആണ് റേഞ്ച് മാക്സിമം ആവുക അല്ലെ? തീറ്റാക്കൽ 45 ഡിഗ്രി ആവുന്ന സമയത്ത് ആറിന്റെ വില എത്രയാവും? ഈ തീറ്റ ഇസ് ഈക്വൽ 45 ഡിഗ്രി ആവുമ്പോ ആറിന്റെ വില എത്രയാ പറയാം? എന്താ? U square by G ആണോ? അപ്പം തീറ്റ ഇസ് ഈക്വൽ ടു 45 ഡിഗ്രി ആവുന്ന സമയത്ത് R U square by G ആണ്. ഡൗട്ട് ഇല്ലല്ലോ? ഡൗട്ട് ഉണ്ടോ? ഇനി ഇതേപോലെ തന്നെ തീറ്റ ഈക്വൽ ടു 45 ഡിഗ്രി ആവുന്ന സമയത്ത് നമ്മളുടെ എച്ചിനുള്ള ഇക്വേഷൻ അപ്പൊ എന്തായിരിക്കും? എച്ചിനുള്ള ഇക്വേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. U square sin square 45 divided by 2G. ഇങ്ങനെ എഴുതി കൂടെ? sin 45 എത്രയാ? sin 45 പറയേ. sin 45 ഒരു കോൺസ്റ്റന്റ് വിലയല്ലേ? sin 45യുടെ വില എത്രയാ? എത്രയാണ് sin 45? ഓർമ്മല്ലേ? 1/√2. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടോ നിങ്ങളോട്? ഈ 45, 60 അതിന്റെ ഒക്കെ വില പഠിക്കാനും പറഞ്ഞില്ലേ? ബൈഹാർട്ട് പഠിക്കാൻ പറഞ്ഞില്ലേ? ഉണ്ടോ? അപ്പൊ sin 45ന്റെ വില എത്രയാ? 1/√2 ആണ്. sin 45 1/√2 ആണെങ്കിൽ sin square 45 എത്രയായിരിക്കും? 1/2. sin square 45 എത്രയായിരിക്കും? 1/2. അങ്ങനെയാണെങ്കിൽ H is equal to നമുക്ക് എന്ത് എഴുതാം? H is equal to U square sin square 45ന് പകരം അല്ലെ ബാക്കിയുള്ള ആൾക്കാർ എഴുതട്ടെ 2G എന്നൊക്കെ എഴുതി. എന്നിട്ട് നമുക്ക് ഈ ഒരു sin square 45ന് പകരം എന്ത് എഴുതാം? 1/2 എന്ന് എഴുതാം. അപ്പം അതും കൂടി എഴുതുകയാണെങ്കിൽ നമുക്ക് sin square 45ന് പകരം 1/2 അല്ലെ? അങ്ങനെയാണ് H is equal to U square divided by എന്താക്കാം? 2 into 2 4G എഴുതിക്കൂടെ? എഴുതാം. അപ്പം തീറ്റ ഈക്വൽ ടു 45 ഡിഗ്രി ആവുന്ന സമയത്തുള്ള ഹൈറ്റ് എത്രയാണ്? ഇതാണ്. ശരിയാണോ? ഇനി നിങ്ങളൊന്ന് വെറുതെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇയാളെ ആരാന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ഇയാൾ ആരാ? ഇയാള് തീറ്റ ഈക്വൽ 45 ഡിഗ്രി ആവുന്ന സമയത്തുള്ള റേഞ്ച് അല്ലേ? ആണോ?
ആണോ? യു സ്ക്വയർ ബൈ ജിക്ക് Yes. പകരം എന്ത് കൊടുക്കാം? യു സ്ക്വയർ ബൈ ജിക്ക് പകരം എന്ത് കൊടുക്കാം? R. Right. 6 കൊടുക്കാം. അപ്പം h is equal to r divided by 4 എന്ന് എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റുമോ? പറയേ. Yes. എഴുതാം. അപ്പൊ r is equal to എന്ത് എഴുതാം? 4h എന്ന് എഴുതാം. ശരിയല്ലേ? Yes. r is equal to 4h എന്ന് എഴുതാം. r is equal to 4h എപ്പം? എല്ലാ സമയത്തും r is equal to 4h ആണോ? അല്ല. ഏത് സമയത്ത്? തീറ്റ 45 ഡിഗ്രി ആവുന്ന സമയത്ത് r is equal to എന്താണ്? 4h ആണ്. തീറ്റ എത്രയാവുന്ന സമയത്ത്? 45 degree. 45 ഡിഗ്രി ആവുന്ന സമയത്ത്. അപ്പൊ ഞാൻ വെറുതെ നിങ്ങളോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണേ. ഒരു പ്രൊജക്ടൈലിനെ 45 ഡിഗ്രി ആംഗിൾ എറിഞ്ഞു. ഒരു പ്രൊജക്ടൈലിനെ 45 ഡിഗ്രി ആംഗിൾ എറിഞ്ഞു. ആ പ്രൊജക്ടൈൽ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാല് 45 ഡിഗ്രി ആംഗിൾ എറിഞ്ഞപ്പം ആ പ്രൊജക്ടൈല് ഒരു 20 മീറ്റർ ദൂരത്ത് പോയി വീണു. 45 ഡിഗ്രി ആംഗിൾ എന്തോ ഒരു പ്രൊജക്ടൈലിന് എറിഞ്ഞപ്പം അത് 20 മീറ്റർ ദൂരത്ത് പോയി വീണു. അങ്ങനെയാണെങ്കിൽ അത് എത്ര ഹൈറ്റ് പൊന്തിയിട്ടുണ്ടാവും? 45 ഡിഗ്രി ആംഗിൾ എറിഞ്ഞപ്പം ആ പ്രൊജക്ടൈൽ 20 മീറ്റർ ദൂരത്ത് പോയി വീണു. അങ്ങനെയാണ് അത് എത്ര ഹൈറ്റ് പൊന്തിയിട്ടാണ് അവിടെ വീണിട്ടുണ്ടാവുക? പറയും. പറയും. ഒരു പ്രൊജക്ടൈലിനെ 45 ഡിഗ്രി ആംഗിൾ എറിഞ്ഞപ്പോ അത് 20 മീറ്റർ ദൂരത്ത് പോയി വീണു. അപ്പൊ അത് എത്ര ഹൈറ്റ് പൊന്തിയിട്ടാണ് ഇത് വീണുണ്ടാവുക? എത്ര ഹൈറ്റ് പൊന്തിയിട്ടുണ്ടാവും? പറയേ. ഹൈറ്റ് ആ സമയത്ത് 45 ഡിഗ്രി ആംഗിൾ ആവുന്ന സമയത്ത് ഹൈറ്റും റേഞ്ചും നമ്മളെ ബന്ധം എന്താ പറയും? 45 ഡിഗ്രി ആംഗിൾ ആവുന്ന സമയത്ത് ഹൈറ്റും റേഞ്ചും നമ്മളെ ബന്ധം എന്താ? H equal to U square by 4G. അതായത് 45 ഡിഗ്രി ആംഗിൾ ആവുന്ന സമയത്ത് തീറ്റ 45 ഡിഗ്രി ആവുന്ന സമയത്ത് ഹൈറ്റും റേഞ്ചും നമ്മളെ ബന്ധം എന്താ? ഇതല്ലേ? അതല്ലേ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത് ആണോ? Yes. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാനിപ്പോ പറഞ്ഞ സാഹചര്യത്തിൽ എത്ര മീറ്റർ ദൂരത്ത് പോയി വീണെന്നാ പറയുന്നത്? 20 മീറ്റർ ദൂരത്ത് പോയി വീണു. അപ്പൊ എത്ര ഹൈറ്റ് പൊന്ത്? എത്ര ഹൈറ്റ് പൊന്തും? 5. 20/4. 20/4 എന്ന് പറഞ്ഞാൽ 5 മീറ്റർ ഹൈറ്റ് പൊന്തും. മനസ്സിലാവുണ്ടോ? Yes. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ ഉത്തരം പറയണം. ഓക്കെ. അപ്പൊ h = r/4 എന്നുള്ള ഓർത്ത് വെക്കുക. എപ്പം? തീറ്റ 45 ഡിഗ്രി ആവുന്ന സമയത്ത്. ഡൗട്ട് ഇല്ലല്ലോ? No. ഇനി വേറൊരു കാര്യം ചോദിക്കുകയാണ്. h = r ആണെങ്കിൽ ടാൻ തീറ്റയുടെ വില എത്രയാന്ന് ചോദിച്ചു. വേറൊരു ചോദ്യമായിട്ട് ചോദിക്കുകയാണ്. നമ്മളോട് ചോദിക്കുകയാണ്, if h = r, then what is the value of tan theta? ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. if h = r, what is the value of tan theta? അങ്ങനെയാണ് ടാൻ തീറ്റയുടെ വില എത്രയാന്ന് ചോദിച്ചു. അതിപ്പോ എങ്ങനെയാ കണ്ടുപിടിക്കുമ്പോൾ h = r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ കൂടെ കൊടുക്കാം അല്ലെ? h = r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇക്വേഷൻ എന്ത് കൊടുക്കാം? h നമുക്ക് ജനറൽ ഇക്വേഷൻ അറിയോ? h ന്റെ ജനറൽ ഇക്വേഷൻ എന്താ? h ന്റെ ജനറൽ ഇക്വേഷൻ u square sin square theta. Sin theta ആണോ? u square sin square theta by 2g is equal to r. r ന് എന്താ ഇക്വേഷൻ? r ന്റെ ജനറൽ ഇക്വേഷൻ എന്താ? u square sin 2 theta by g. sin 2 theta by g. ഞാൻ sin 2 theta നെ ഞാൻ പിന്നെയും പഴയ മാതിരിയൊക്കെയാണ് 2 sin theta cos theta by g എന്ന് എഴുതിയാൽ തെറ്റാണോ? sin 2 theta 2 sin theta cos theta by g എന്ന് എഴുതി. h = r എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ h നും r നും വില കൊടുത്ത് sin 2 theta എങ്ങനെ എഴുതി? 2 sin theta cos theta എന്ന് എഴുതി. കുഴപ്പമില്ലല്ലോ? No. കുഴപ്പമില്ല. അങ്ങനെയാണ് നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് മനസ്സിലാവും ഇവിടെ ഉള്ള ഒരു ജിയും ഇവിടെ ഉള്ള ഒരു ജിയും വെട്ടിക്കളയാം. ഇവിടെ ഉള്ള u സ്ക്വയറും ഇവിടെ ഉള്ള u സ്ക്വയറും വെട്ടിക്കളയാം. വെട്ടിക്കളഞ്ഞൂടെ? Yes. ഒരു സൈൻ തീറ്റയും സൈൻ സ്ക്വയർ തീറ്റയുള്ള ഒരു സൈൻ തീറ്റയും വെട്ടിക്കളയാം. അങ്ങനെയാണെങ്കിൽ ആ വെട്ടലും കുത്തലിനൊക്കെ ശേഷം ബാക്കി എന്തുണ്ടാവും? ബാക്കി ഇവിടെ 2 cos തീറ്റ ബാക്കി കിടക്കും അല്ലെ? ഈ സൈഡിലോ ഇവിടെ സൈൻ തീറ്റ by 2 ബാക്കി കിടക്കുന്നുണ്ടാവും. ഉണ്ടോ? ജി വെട്ടിപ്പോയി.
അങ്ങനെയാണെങ്കിൽ ടാൻ തീറ്റ ഈക്വൽ എന്താന്നല്ല ചോദിച്ചത്. ടാൻ തീറ്റ ഈക്വൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോസ് തീറ്റനെ അപ്പുറത്തേക്ക് എടുക്കുക, 2 അങ്ങോട്ട് കൊണ്ടുവരാം. അപ്പം ഇതിൽ നിന്ന് നമുക്ക് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 4 എന്ന് എഴുതിക്കൂടെ? Yes. അങ്ങനെയാണെങ്കിൽ തീറ്റ അല്ല ടാൻ തീറ്റ ഇസ് ഈക്വൽ എന്ത് കിട്ടും? Therefore sin theta by cos theta അല്ലേ ടാൻ തീറ്റ? Yes. ടാൻ തീറ്റ is equal to 4. ഡൗട്ട് ഉണ്ടോ? No. അപ്പം ഇങ്ങനെ ഒരു സ്പെഷ്യൽ കേസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോ എന്ത് ചെയ്യുന്നാല് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കേണ്ട സാധനങ്ങൾ വെറുതെ അങ്ങോട്ട് പറഞ്ഞെന്നുള്ളൂ. അപ്പം ടാൻ തീറ്റ is equal to 4 ആവുന്ന സമയത്ത് എച്ചും ആറും തമ്മിലുള്ള ബന്ധം എന്താ? ടാൻ തീറ്റ is equal to 4 ആവുന്ന സമയത്ത് എച്ചും ആറും തമ്മിലുള്ള ബന്ധം എന്താ? ആ സമയത്ത് എച്ച് is equal to 6 ആയിരിക്കും. കുഴപ്പമുണ്ടോ? ടാൻ തീറ്റ ഈക്വൽ ടു 4 ആവുന്ന സമയത്ത് എച്ച് is equal to 6 ആയിരിക്കും. പിന്നെ എച്ച് is equal to 6/4 ആവുന്ന സമയത്ത് തീറ്റ എത്രയായിരിക്കും? എച്ച് is equal to 6/4 ആവുന്ന സമയത്ത് തീറ്റ എത്രയായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. പിന്നെ 90 മൈനസ് തീറ്റ ആംഗിളിലും തീറ്റ ആംഗിളിലും പ്രൊജക്ടൈലിന് ഡിഫറെന്റ് റേഞ്ച് ആണോ സെയിം റേഞ്ച് ആണോ? 90 മൈനസ് തീറ്റ ആംഗിളിലും തീറ്റ ആംഗിളിലും പ്രൊജക്ടൈലിന് സെയിം റേഞ്ച് ആണോ ഡിഫറെന്റ് റേഞ്ച് ആണോ? Same. അല്ലെ? ആ കാര്യവും നിങ്ങൾക്ക് മനസ്സിലായോ? Yes. യെസ്. അപ്പം നമുക്ക് ഇത്ര കാര്യങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാന്നാല് ഇനി ഞാൻ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. നമ്മളോട് ചോദിക്കുകയാണ് ഷോ ദാറ്റ് പ്രൊജക്ടൈൽ മോഷൻ ഇസ് പാരബോളിക് ഇൻ നേച്ചർ. നമ്മളോട് ഇനി ഇങ്ങനെ ഒരു ചോദ്യം അവർ ചോദിക്കുകയാണ് ഷോ ദാറ്റ് പ്രൊജക്ടൈൽ മോഷൻ ഇസ് പാരബോളിക് ഇൻ നേച്ചർ. എന്താണ്? പ്രൊജക്ടൈൽ മോഷൻ പാരബോളിക് ആണെന്ന് തെളിയിക്കാൻ പറഞ്ഞു. എന്താണ്? പ്രൊജക്ടൈൽ മോഷൻ പാരബോളിക് ആണെന്ന് തെളിയിക്കാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അതാണ് നമ്മൾ ഇനിയിപ്പോ പറയാൻ പോകുന്നത് കേട്ടോ. പ്രൊജക്ടൈൽ മോഷൻ എന്താന്നുള്ളത് തെളിയിക്കണം. പാരബോളിക് ആണെന്ന് തെളിയിക്കണം. അങ്ങനെയാണെങ്കിൽ പ്രൊജക്ടൈൽ മോഷൻ പാരബോളിക് ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചില്ലായിരുന്നു പ്രൊജക്ടൈലിന്? അതേപോലെ വൈ ഇസ് ഈക്വൽ ടു എന്ന് പറയുന്നതിനും ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഉണ്ടോ? Yes. എക്സ് ഇസ് ഈക്വൽ ടു നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷൻ എന്താ? യു കോസ് തീറ്റ ടി. ശരിയല്ലേ? വൈ ഇസ് ഈക്വൽ ടു എന്ന് പറയുന്നതിന് നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷൻ എന്താ? യു സൈൻ തീറ്റ ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ശരിയല്ലേ? Yes. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാന്നാല് എക്സ് ഇസ് ഈക്വൽ ടു എന്താ? യു സൈൻ തീറ്റ ആണോ? യു സൈൻ തീറ്റ ടി ആണോ? യു കോസ് തീറ്റ ടി ആണോ? U cos theta t. യു കോസ് തീറ്റ ടി. വൈ ഇസ് ഈക്വൽ ടു എന്താ? y is equal to U sin theta t minus half gt square അല്ലേ? മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ അല്ലേ? Yes. ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് is equal to u cos theta t യിലെ ടി ഇല്ലേ? ടി ഈക്വൽ ടു എന്നാക്കിയിട്ടുണ്ടെങ്കിൽ എക്സ് ബൈ യു കോസ് തീറ്റ എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതിക്കൂടെ? Yes. ഈ എക്സ് ബൈ യു കോസ് തീറ്റ എന്ന് പറയുന്നത് ടിക്ക് വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ? അപ്പം ടിക്ക് വേറെ എക്സ് ബൈ യു കോസ് തീറ്റ എന്നുള്ളത് ഇതാ ഇവിടെയും കൊണ്ടു കൊടുക്കാം. ആ രണ്ട് സ്ഥലത്തും ടി ഇല്ലേ? ആ ടിക്ക് പകരം എന്ത് കൊടുക്കുക? എക്സ് ബൈ യു കോസ് തീറ്റ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇക്വേഷൻ വൈ എന്താവും ചോദിച്ചു. അങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ വൈ എന്താവും വെച്ചിട്ടുണ്ടെങ്കിൽ വൈ ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ. ആ ടിക്ക് പകരം എന്ത് കൊടുക്കാം? എക്സ് ബൈ യു കോസ് തീറ്റ കൊടുക്കുക. മൈനസ് ഹാഫ് ജി അതേമാതിരി എഴുതുക. ടി സ്ക്വയറിന് പകരം എക്സ് ബൈ യു കോസ് തീറ്റ ഹോൾ സ്ക്വയർ. ടി സ്ക്വയറിന് പകരം എക്സ് ബൈ യു കോസ് തീറ്റ ഹോൾ സ്ക്വയർ ആണെങ്കിൽ എക്സ് സ്ക്വയർ ബൈ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എഴുതിക്കൂടെ? എഴുതാം. ഇനി ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും വൈ ഇസ് ഈക്വൽ ടു ഇവിടെ ഉള്ള രണ്ട് യു വെട്ടിപ്പോലെ ഉണ്ട്. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താ? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താണ്? ടാൻ തീറ്റ. അപ്പം എക്സിനെ ഞാൻ മുന്നോട്ട് എഴുതാം കേട്ടോ. എക്സ് ടാൻ തീറ്റ എന്ന് കിട്ടി. മൈനസ് ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ജി ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു 2 ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതുക കേട്ടോ. ജി ബൈ 2 യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ
ഇൻറ്റു എക്സ് സ്ക്വയർ ഇങ്ങനെ എഴുതിയാലും തെറ്റൊന്നുമല്ലല്ലോ. തെറ്റാണോ? No. അല്ല. No. ഇനി മാത്സ് പഠിക്കുന്ന ആൾക്കാര് നിങ്ങൾ മാത്സിൽ കോണിക് സെക്ഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിച്ചോ? മാത്സിൽ നിങ്ങൾക്ക് കോണിക് സെക്ഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് മാത്സിൽ എടുത്തോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്നാല് കോണിക് സെക്ഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ പാരബോളയുടെ ജനറൽ ഇക്വേഷൻ ഉണ്ട്. പാരബോളയുടെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് y is equal to ax minus bx square എന്ന് പറയുന്നത് പാരബോളയുടെ ഒരു പെർട്ടിക്കുലർ കേസിന്റെ ജനറൽ ഇക്വേഷൻ ആണ്. ഒരു പെർട്ടിക്കുലർ കേസിൽ പാരബോളയുടെ ജനറൽ ഇക്വേഷൻ ആണ് y is equal to ax minus bx square. അത് നിങ്ങൾ മാത്സിൽ കോണിക് സെക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വിശദമായി പഠിക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ എന്തിനാ ഇതിനെ പറഞ്ഞു വരുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയുള്ള എക്ക് പകരം ദാ ഇവിടെ ടാൻ തീറ്റയാണ്. നോക്കി നോക്ക്, എക്ക് പകരം ഉള്ളത് അവിടെ ടാൻ തീറ്റയാണ്. അതേമാതിരി ബി എന്ന് പറയുന്ന ആൾക്ക് പകരം നമുക്ക് ഇവിടെ g/2u² cos square തീറ്റയും ഉണ്ട്. അപ്പം ഈ രണ്ട് ഇക്വേഷനും ഒരേ രീതിയിലാണ്. ഈ രണ്ട് ഇക്വേഷനും ഒന്നാന്നല്ല, ഒരേ രീതിയിലാണ്. അതുകൊണ്ട് ഇത് പാരബോളയുടെ ജനറൽ ഇക്വേഷൻ ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും, നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാന്ന് പറഞ്ഞാല് since the equation that we have obtained from projectile, ഇത് പ്രൊജക്ടൈലിൽ നിന്ന് കിട്ടിയ ഇക്വേഷൻ അല്ലേ? ഇത് പ്രൊജക്ടൈലിൽ നിന്ന് കിട്ടിയ ഇക്വേഷൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രൊജക്ടൈലിൽ നിന്ന് കിട്ടിയ ഈ ഇക്വേഷൻ പാരബോളയുടെ ജനറൽ ഇക്വേഷന്റെ പോലെയാണ്. പ്രൊജക്ടൈലിൽ കിട്ടിയ ഈ ഇക്വേഷൻ പാരബോളയുടെ ജനറൽ ഇക്വേഷൻ പോലെയാണ്. അതുകൊണ്ട് പ്രൊജക്ടൈൽ മോഷൻ ഇസ് പാരബോളിക് എന്ന് പറയാം. പ്രൊജക്ടൈൽ മോഷൻ എന്താന്ന് പറയാം? പാരബോളിക്. therefore projectile motion is parabolic. എന്താണ്? പാരബോളിക്. അപ്പൊ നിങ്ങൾ ഷോ ദാറ്റ് പ്രൊജക്ടൈൽ മോഷൻ ഇസ് പാരബോളിക് ഇൻ നേച്ചർ എന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങൾ പറയണം x is equal to u cos theta t എന്നുള്ളത് പ്രൊജക്ടൈലിൽ നിന്ന് കിട്ടിയ ഇക്വേഷൻ ആണ്. y is equal to u sin theta t minus half gt square എന്ന് പറയുന്നത് പ്രൊജക്ടൈലിൽ നിന്ന് കിട്ടിയ ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷനിൽ ടിയുടെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ടിയുടെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇങ്ങനെ ഒരു ഇക്വേഷൻ ആയി. ആ ഇക്വേഷൻ പാരബോളയുടെ ജനറൽ ഇക്വേഷൻ പോലെയാണ്. പാരബോളയുടെ ജനറൽ ഇക്വേഷൻ പോലെ ആയതുകൊണ്ട് പ്രൊജക്ടൈൽ മോഷൻ എന്താണ്? പ്രൊജക്ടൈൽ മോഷൻ എന്താണ്? പറയേ. Parabola in nature. പ്രൊജക്ടൈൽ മോഷൻ ഇസ് പാരബോളിക് ഇൻ നേച്ചർ. പാരബോളിക് ഇൻ നേച്ചർ. ശരിയല്ലേ? ശരിയാണോ? Yes. യെസ്. ഈ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി. ഇതുവരെ നമ്മൾ പറഞ്ഞ പ്രൊജക്ടൈൽ മോഷന്റെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?